അള്ളാഹുവാണ് ഈ വാചകം മുഹമ്മദ് നബിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഏതാണ് അള്ളാഹു? ആരാണ് അള്ളാഹു? നമ്മളെ അറിയുന്ന, നമ്മുടെ ചിന്തകൾ അറിയുന്ന, നമ്മുടെ ജീവിതത്തിന്റെ ജയപരാജയങ്ങൾ അറിയുന്ന, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന, നമ്മളെ കുറിച്ച് അറിയുന്ന ആ പടച്ച റബ്ബാണ് പറയുന്നത്, നിങ്ങളറിയാതെ നിങ്ങളുടെ മനസ്സിലേക്ക് ശിർക്ക് കയറി വരും, അതുകൊണ്ട് ശിർക്കിനെ സൂക്ഷിക്കണം കേട്ടോ. ഫഖാല ലഹു, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? വകൈഫ നത്തഖി, അല്ലാഹുവിന്റെ റസൂലേ, ഈ രൂപത്തിൽ നമ്മൾ പോലും അറിയാതെ രഹസ്യമായി ഗൂഢമായിട്ട് ശിർക്ക് മനസ്സിലേക്ക് കയറി വരുമെങ്കിൽ അതിനെ എങ്ങനെയാണ് പ്രവാചകരെ നമ്മൾ പ്രതിരോധിക്കുക? എങ്ങനെയാണ് അതിനെ നമ്മൾ തടഞ്ഞു നിർത്തുക? ഉറുമ്പിനേക്കാൾ ഗൂഢമായി നിഗൂഢമായിട്ടാണ് ആ ശിർക്ക് വരുന്നതെങ്കിൽ എങ്ങനെയാണ് പ്രവാചകരെ ആ ശിർക്കിനെ നമ്മൾ പ്രതിരോധിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖൂലൂ, നിങ്ങൾ എപ്പോഴും അല്ലാഹുവിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അൻ നുശ്രിക ബിക ശൈഅൻ നഅലമുഹു. പ്രാർത്ഥിക്കണം കേട്ടോ. ഭാഷ പ്രശ്നമല്ല. അറബിയിലോ മലയാളത്തിലോ കന്നഡയോ പ്യാരിയോ ഉറുദോ ഏതു ഭാഷയിലും പ്രാർത്ഥിക്കുക. അള്ളാഹ്ക്കറിയാത്തൊരു ഭാഷയില്ല കേട്ടോ. എന്താ പ്രാർത്ഥന അറിയോ? അല്ലാഹുവേ, ഞാൻ അറിഞ്ഞുകൊണ്ട് എൻ്റെ ബോധത്തോടു കൂടി ഏതെങ്കിലും കാലത്ത് ഞാൻ ശിർക്കിലേക്ക് പോകുന്നതിൽ നിന്ന് അല്ലാഹുവേ നീ എന്നെ കാക്കണം കേട്ടോ. നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിഗ്രഹാരാധനക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തി തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ട് നാട്ടിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട് നാട് വിട്ടു പോകേണ്ടി വന്ന, വിഗ്രഹങ്ങളെ ആരാധിക്കരുതെന്ന് പറഞ്ഞതിന്റെ പേരിൽ ജീവിതത്തിൽ പരീക്ഷണത്തിന്റെ മാലപ്പടക്കങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അല്ലേ ഖുർആനിൽ? എന്താണ് ആ പ്രാർത്ഥന? വജ്നുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അല്ലാഹുവേ, ഏതെങ്കിലും ഒരു കാലത്ത് ഈ മനസ്സ് മാറി, ഈ ചിന്ത മാറി വിഗ്രഹങ്ങളുടെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ എന്റെയും എൻ്റെ മക്കളുടെയും ജീവിതത്തിൽ ഉണ്ടാവരുതേ റബ്ബേ എന്ന് ആരാ പ്രാർത്ഥിച്ചത്? വിഗ്രഹങ്ങളെ പറ്റി അറിയാത്ത ആളല്ല. വിഗ്രഹാരാധനയുടെ അവസ്ഥകൾ എന്താണ് എന്ന് ശരിക്കറിയുന്ന, അത് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ത്യാഗം സഹിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് വജ്നുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. മനുഷ്യന്റെ കാര്യം അങ്ങനെ കൂട്ടരെ. നമ്മളൊക്കെ കൂടെ തൗഹീദിന് വേണ്ടി മുമ്പിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന കുറെ ആളുകളെ ഇപ്പൊ കാണാനല്ലോ. അവരെവിടെ പോയിട്ടുണ്ട്? എന്താ അവർക്ക് പറ്റിയത്? സമ്പത്ത് കുറഞ്ഞിട്ടില്ല, അറിവ് കുറഞ്ഞിട്ടില്ല, പിന്നെ എവിടെയാണ് അവർക്ക് പ്രശ്നമുണ്ടായത്? അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ തൗഹീദിനെ തകർത്ത് ആ തൗഹീദിന്റെ വിള്ളലിലൂടെ ശിർക്ക് കടത്തിവിടാൻ വേണ്ടി പിശാച് കഠിനമായി ശ്രമിക്കും. അതുകൊണ്ട് എക്കാലത്തും, പ്രത്യേകിച്ച് ഇക്കാലത്തും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ട പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അൻ നുശ്രിക ബിക ശൈഅൻ നഅലമു. അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട് എൻ്റെ ഈ ബോധ്യത്തോടു കൂടി ഞാൻ ശിർക്കിലേക്ക് പോകുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം തേടുന്നു. വനസ്തഗ്ഫിറുക ബിമാ ലാ നഅലം. ഞങ്ങളറിയാതെ ശിർക്കിന്റെ വല്ല പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ഭാഗത്ത് വന്നു പോയിട്ടുണ്ടെങ്കിൽ, വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ എവിടെയെങ്കിലും ശിർക്കിന്റെ എന്തെങ്കിലും സൂചനകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പൊറുത്തു തരണം കേട്ടോ. എന്താ പ്രാർത്ഥന? ഒന്ന്, അറിഞ്ഞുകൊണ്ട് ഈ ബുദ്ധിയും ഈ ബോധ്യവുമായിട്ട് ശിർക്കിലേക്ക് ഞങ്ങൾ പോകുന്നതിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തോളണം കേട്ടോ. ഇനി ഞങ്ങളറിയാതെ ശിർക്കിന്റെ എന്തെങ്കിലും വാക്കോ പ്രവൃത്തിയോ ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബേ നീ ഞങ്ങൾക്ക് പൊറുത്തു തരണം കേട്ടോ എന്ന് നിരന്തരം പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാ പറഞ്ഞത്? ദർഗയിലിരിക്കുന്നവരോടല്ല പറഞ്ഞത്. തൗഹീദ് എന്താണെന്നറിഞ്ഞ് ആ തൗഹീദിന് വേണ്ടി ശത്രുവിന്റെ വാളുകൾക്കിടയിലൂടെ ഈമാനിന്റെ സ്ഥാപനത്തിന് വേണ്ടി ഘോരം പൊരുതിയ ആ സഹാബത്തിനോടാ പറഞ്ഞ് ശിർക്കിനെ സൂക്ഷിക്കണം കേട്ടോ. അതുകൊണ്ട് ആരും ശിർക്കിന്റെ എനിക്ക് ശിർക്കുണ്ടാവൂല, ഞാൻ ശരിക്കും മനസ്സിലാക്കിയോനാ, എൻ്റെ ബാപ്പിയും ശിർക്ക് മനസ്സിലാക്കിയ ആളാ, അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ശിർക്കുണ്ടാവൂല. ആരും ശിർക്കിന്റെ കാര്യത്തിൽ വല്ലാതെ നിർഭയരാവേണ്ടതില്ല. എപ്പോഴും ബോധ്യമുണ്ടാവണം, ഒരു ദിവസത്തിൽ എപ്പോഴും ബോധ്യമുണ്ടാവണം, പടച്ചോനെ ശിർക്കിന്റെ ചിന്താധാരയിലേക്ക് എൻ്റെ മനസ്സ് പോകുന്ന അവസ്ഥ ഉണ്ടാവരുതേ റബ്ബേ എന്ന് പടച്ച റബ്ബിനോട് നെഞ്ചുരുകി നമ്മൾ
പേടിയോടുകൂടി പ്രാർത്ഥിക്കണം. കാരണം അതെങ്ങാനും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു തുള്ളി നമ്മുടെ ബിരിയാണി ചെമ്പിലേക്ക് വീണാൽ, ആ ചെമ്പിൽ എത്ര ബിരിയാണി ഉണ്ടെങ്കിലും വീണത് വിഷമാണെങ്കിൽ ഒരു വറ്റുപോലും തിന്നാൻ പറ്റാത്ത വിധം അതിനേക്കാൾ ഭീകരമാണ് സുഹൃത്തെ ഒരിത്തിരി ശിർക്ക് ജീവിതത്തിൽ വന്നു പോയാൽ ജീവിതം നഷ്ടമായി കേട്ടോ. പിന്നെ ഒരാൾക്കും നമ്മളെ രക്ഷപ്പെടുത്താനാവുകയില്ല. സ്വഹീഹുൽ ബുഖാരിയിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കഥയുണ്ട്. കഥയല്ല കേട്ടോ, നാളെ പരലോകത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു സംഭവമാണ്. ഈ സംഭവം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നാളെ പരലോകത്ത്, നമ്മളൊക്കെ പരലോകത്ത് ഒരുമിച്ച് കൂടുമ്പോൾ നമ്മളെ ബാപ്പ അമ്മ എല്ലാവരും ഉണ്ടാവും അവിടെ അല്ലേ. നമ്മളെ ബാപ്പ ഉണ്ടാവും, ഉമ്മ ഉണ്ടാവും, ചെറിയതാവുമ്പോൾ മരിച്ചുപോയ നമ്മുടെ മക്കളുണ്ടാകും, ഭാര്യ ഇണകൾ എല്ലാവരും ഉണ്ടാവും. പക്ഷെ ആരോടും ഒരു പരിചയം ഉണ്ടാവില്ല. അവനാൻ തന്നെ പേടിയില്ല. പിന്നല്ല മക്കളെ കാര്യം, മകന്റെ മുഖത്തേക്ക് നോക്കൂല, മകളെ നോക്കൂല, പരസ്പരം അറിയാത്തതുപോലെ നിൽക്കുക. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ ബാപ്പ വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയട്ടോ, ആ ബാപ്പ വരുന്നത് പേടിയോടുകൂടിയ, അദ്ദേഹത്തിന്റെ കണ്ണുകളൊക്കെ പേടി കൊണ്ട് പുറത്തേക്ക് തുറിച്ചു നിൽക്കുന്നുണ്ട്, ആളിങ്ങനെ വിറക്കുന്നുണ്ടെന്നാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇബ്രാഹിം നബിക്ക് തൻ്റെ ബാപ്പയോട് വലിയ ഇഷ്ടമായിരുന്നു ജീവിതകാലത്ത്. അതുകൊണ്ടാണ് തൗഹീദിലേക്ക് ക്ഷണിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന കിട്ടിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം ചെന്നത് ബാപ്പാന്റെ അടുത്താ. കാരണം നരകത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ അദ്ദേഹം ആദ്യം ശ്രമിച്ചത് ബാപ്പാനെയാ. പക്ഷെ ബാപ്പ ധിക്കരിച്ചു മാത്രമല്ല, ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ എന്നെ ഞാൻ അടിച്ചു ശരിയാക്കും, എറിഞ്ഞാട്ടും എന്നൊക്കെ പറഞ്ഞേ. ബാപ്പ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ബാപ്പാനോട് ഒരു പകയും തോന്നിയില്ല, ഒരു ദേഷ്യം തോന്നിയില്ല. സ്നേഹത്തോടെ പറഞ്ഞ് അസ്സലാമു അലൈക്കും ബാപ്പ, എന്നാ ബാപ്പ ഞാൻ പോവട്ടോ, അസ്സലാമു അലൈക്കും, ഇന്നി സഅസ്തഗ്ഫിറു ലക റബ്ബി, നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി ഞാൻ അള്ളാനോട് പ്രാർത്ഥിക്കും ബാപ്പ. എന്താണ് പോക്കില്? ബാപ്പ മകനെ ഇറക്കി വിടുമ്പോഴേ, ആ ബാപ്പ നിങ്ങൾ വീട്ടിൽ നിന്ന് അങ്ങാടിക്ക് വരി, അവിടുന്ന് കാണാ, ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാ എന്ന വെല്ലുവിളിയല്ല. ബാപ്പ നിങ്ങൾക്ക് വേണ്ടി ഞാൻ, നിങ്ങൾ ഇന്നെ ആട്ടി വിട്ടാലും ഇറക്കി വിട്ടാലും എറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചാലും എനിക്കൊരു പകയില്ലട്ടോ, എനിക്ക് നിങ്ങളെ ഇഷ്ട, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാനോട് പ്രാർത്ഥിക്കും കേട്ടോ എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോയത്. ആ ഇബ്രാഹിം നബിന്റെ മുമ്പിൽ ആ ബാപ്പ വരുന്നത്. ബാപ്പാന്റെ ദയനീയമായ അവസ്ഥ കണ്ടപ്പോ ഇബ്രാഹിം നബിക്ക് സങ്കടായി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബാപ്പയോട് ചോദിക്കുന്നു, ബാപ്പ എന്തൊക്കെ വർത്താനം? ബാപ്പ പറഞ്ഞു, മോനെ കാര്യം വളരെ അപകടകരമാണ്, അവസ്ഥ വളരെ പ്രയാസകരമാണ്, അതുകൊണ്ട് എന്നെ കൈവിടരുത്, എന്നെ സഹായിക്കണം. ആര്? ഇബ്രാഹിം നബിന്റെ ബാപ്പ ആസറെ ഇബ്രാഹിം നബിയോട് കെഞ്ചി പറയാണ്, എന്നെ കൈവിടരുത്, എന്നെ സഹായിക്കണം. ഹദീസിലില്ലാട്ട് ഞാൻ ഹദീസ് ചുരുക്കി പറയാണ്. അപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബാപ്പയോട് ചോദിക്കുന്നുണ്ട്, ബാപ്പ ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നില്ലേ, അത് നിങ്ങൾ കേട്ടിരുന്നോ, നിങ്ങൾ അനുസരിച്ചിരുന്നോ, ജീവിതത്തിൽ നിങ്ങൾ അത് പ്രവർത്തിച്ചിരുന്നോ? ബാപ്പ പറഞ്ഞു, ഇല്ല മോനെ, നീ പറഞ്ഞ ഒരു കാര്യം ഞാൻ സ്വീകരിച്ചിട്ടില്ല, ഞാൻ അനുസരിച്ചിട്ടില്ല, ഞാനത് ധിക്കരിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് ബോധ്യമായി, അല്ലാഹു അല്ലാതെ ഈ ദിവസത്തിന്റെ ഉടമസ്ഥനായി ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ഒരു ശക്തിക്കും ഈ ദിവസത്തിൽ ഒരു സ്വാധീനവുമില്ല. ഇത് അല്ലാഹുവിന്റെ മാത്രം ദിവസമാണ് എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ട് ഇനി നീ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോടൊരു പ്രാർത്ഥന, അള്ളാഹുവേ പരലോകത്ത് ദുന്യാവിൽ വെച്ച് ഞാൻ നിന്നോടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിരുന്നല്ലോ. എന്താണ്? വലാ തുഖ്സിനി യൗമൽ ഖിയാമ. നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. പടച്ചോനെ ഖിയാമത്ത് നാളിൽ ഞങ്ങളെ മാനം കെടുത്തരുതേ റബ്ബേ, അപമാനിക്കരുതേ റബ്ബേ. എന്താണ് പറഞ്ഞറിയോ? നമ്മളൊക്കെ ചെയ്തു പോയ തെറ്റുകൾ എത്ര നിങ്ങൾ രഹസ്യമായിട്ട്, നമ്മളൊക്കെ കുട്ടികളടിയിൽ നമ്മളെ വാപ്പാന്ന് വിളിക്കുന്ന മക്കളൊക്കെ ഒരു പക്ഷേ പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ നമ്മൾ ചെയ്തു കൂട്ടിയ വേണ്ടാത്തരങ്ങളൊക്കെ പടച്ചോ അങ്ങോട്ട് പുറത്തേക്ക് എടുത്തിട്ടാൽ നമ്മുടെ മക്കൾ ഇങ്ങനെ വിരൽ വെക്കും, പടച്ചോനെ ഇയാളെ ഇപ്പം ഞാൻ ബാപ്പാന്ന് വിളിച്ചിന് എന്തൊക്കെ തോന്നിയാസം ഇയാൾ ചെയ്തിക്കണേ, എന്തൊക്കെയാ വൃത്തികേടാ ചെയ്ത് മക്കൾ ചോദിക്കൂലേ, ബന്ധുക്കൾ ചോദിക്കൂലേ? അതുകൊണ്ട് പ്രാർത്ഥിച്ചോണം, പടച്ചോനെ നാളെ പരലോകത്ത് മാനം കെടുത്തരുതേ റബ്ബേ, അപമാനിക്കരുതേ റബ്ബേ. ഇബ്രാഹിം നബി ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം നബിക്ക് ഒരു മറുപടി കൊടുത്തു. അപ്പൊ തന്നെ എന്താണെന്നറിയോ? ഇബ്രാഹിമേ, നിന്നെ പരലോകത്ത് ഞാൻ അപമാനിക്കുകയില്ല. ആ വാക്ക് മുന്നിൽ വെച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളഹാനോട് തേടുകയാണ്, അല്ലാഹുവേ
എന്നെ അപമാനിക്കുകയില്ലെന്ന് നീ എനിക്ക് വാക്ക് തന്നിരുന്നില്ലേ റബ്ബേ? എന്റെ ബാപ്പ ഈ രൂപത്തിൽ നരകത്തിൽ പോകുന്നതിനേക്കാൾ എന്ത് അപമാനമാണ് റബ്ബേ എനിക്കുള്ളത്? അതുകൊണ്ട് എന്റെ ബാപ്പാനെ നരകത്തിൽ നിന്ന് ഒഴിവാക്കിക്കൂടെ എന്നാ ചോദ്യം. അല്ലാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇബ്രാഹിം, ശിർക്ക് ചെയ്തവർക്ക് സ്വർഗം ഹറാമാണെന്ന് നിനക്ക് ഞാൻ പഠിപ്പിച്ചിട്ടില്ലേ? ഉണ്ട്. നിന്റെ പിതാവ് ശിർക്ക് ചെയ്തുകൊണ്ടല്ലേ ഇബ്രാഹിം മരിച്ചത്? അതെ. പിന്നെ എന്തിനാ ഇബ്രാഹിം വേണ്ടാത്തൊരു ചോദ്യം? പിന്നെ എന്തിനാ നമുക്കൊക്കെ ഉണ്ട് കൂട്ടരെ, ബാപ്പാരും ഉമ്മാരും ഒക്കെ. പലപ്പോഴും നമ്മുടെ ബാപ്പമാരും ഉമ്മമാരും ഒക്കെ മരിച്ച് അവരുടെ മയ്യത്ത് കുളിപ്പിക്കുമ്പോഴാണ് അരയിൽ കെട്ടിയ ഏലസും കയ്യിൽ കെട്ടിയ ഉറുക്കും നൂലുമൊക്കെ നമ്മൾ പൊട്ടിച്ചു കളഞ്ഞതിലെ ഷിർക്കിലായിക്കൊണ്ട് മരിച്ചുപോയ അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ പോലും അവകാശമില്ലാത്ത ദൗർഭാഗ്യവാന്മാരായി നമ്മൾ മാറാതിരിക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതകാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ തൗഹീദിന്റെ ശബ്ദം കേൾപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം കേട്ടോ. പാവാണ്, നമ്മളെ വാപ്പാർക്കും ഉമ്മാർക്കൊന്നും ഒന്നും പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല, ഓൽക്കാർക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഖുറാഫാത്തുകളും ബിദ്അത്തും ശിർക്കും ഒക്കെ എമ്പാടുണ്ട്. ഏലസും ഉറുക്കും നൂലുമൊക്കെ കയ്യിലും അരയിലൊക്കെ ഉണ്ട്. ആരും വേണ്ടാന്ന് പറഞ്ഞില്ല. നമ്മളൊക്കെ തൗഹീദായപ്പോഴും നമ്മളൊക്കെ സലഫികളായപ്പോഴും ബാപ്പാനോടൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ബാപ്പ മരിക്കുമ്പോഴാ ഏലസൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ടതില്ലേ? പ്രിയപ്പെട്ടവരെ, പാവമാണ് നമ്മുടെ ബാപ്പമാര്, പാവമാണ് നമ്മുടെ ഉമ്മമാര്. അതുകൊണ്ട് അവർക്ക് തൗഹീദ് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ മടി കാണിക്കരുത്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, അപേക്ഷ അള്ളാഹ് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അല്ലാഹു തആല ഇബ്രാഹിം നബിയോട് പറയണേ, ഇബ്രാഹിം നിന്റെ കാൽച്ചുവട്ടിലേക്കൊന്ന് നോക്കിയേ, നിന്റെ കാലിന്റെ അടിയിലേക്കൊന്ന് നോക്ക്. ഇബ്രാഹിം നബി ഇങ്ങനെ താഴേക്ക് നോക്കിയപ്പോ എന്താ കണ്ടറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, ഇബ്രാഹിം നബിയുടെ പിതാവ് മണ്ണിൽ താഴ്ന്നു പോയ ഒരു മാൻപേടയെ പോലെ, ഒരു പുള്ളിമാന്റെ കുട്ടി, പുള്ളിമാൻ പറഞ്ഞറിയില്ലേ, മാന്, ഡിയർ. ആ മാൻ ഇങ്ങനെ ഓടിപ്പോകുമ്പോഴേ നല്ല ഒരു ചളിയിലാണ് പൂണ്ടുപോയി, കാല് ഒരു ചളിയിൽ അങ്ങോട്ട് താന്നു പോയാൽ അതിന്റെ മുഖത്തെ ഭയാനകതയും നിഷ്കളങ്കതയും ഒന്ന് ആലോചിച്ചോക്കണേ. അതുപോലെ ഇബ്രാഹിം നബിയുടെ പിതാവ് ഇബ്രാഹിം നബിയുടെ കാൽച്ചുവട്ടിൽ കിടന്ന് വളരെ സങ്കടത്തോടെ ദയക്ക് വേണ്ടി യാചിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നോക്കി നിൽക്കെ അള്ളാഹുവിന്റെ മലക്കുകൾ ആ പിതാവിനെ ചങ്ങലയിൽ ബന്ധിച്ച് നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരാം. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ പരലോകത്ത് നടക്കാൻ പോകുന്ന ഈ സംഗതി എന്തിനാ നമുക്ക് നേരത്തെ പറഞ്ഞെന്നറിയോ? എന്തിനാണ്? ഇബ്രാഹിം നബിക്ക് നിങ്ങൾ വിചാരിക്കുന്ന അത്ര പവറൊന്നുമില്ല, സ്വന്തം ബാപ്പാനെ രക്ഷപ്പെടുത്താൻ പോലും ഇബ്രാഹിം നബിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മളെ പഠിപ്പിക്കാനാ? അല്ല. പിന്നെ എന്താണെന്നറിയങ്ങൾ? അള്ളാഹുവിന്റെ ഖലീലായ, അള്ളാഹുവിന്റെ മുമ്പിൽ ഉന്നതമായ സ്ഥാനം നേടിയെടുക്കാൻ സാധിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പോലും ശിർക്ക് ചെയ്ത തൻ്റെ പിതാവിനെ ഒരു സെക്കൻഡ് പോലും നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ടില്ല എന്ന് പഠിപ്പിക്കാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ജാഗ്രതയോടുകൂടി കാണേണ്ടത് ശിർക്കിനെ തന്നെയാണ്. ഏറ്റവും കച്ചവടത്തിലെ ലാഭനഷ്ടങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ആ പ്രതിസന്ധികളെക്കാളേറെയൊക്കെ നമ്മളെ ഭയപ്പെടുത്തേണ്ടതും നമ്മളെ പ്രയാസത്തിലാക്കേണ്ടതും വിശ്വാസത്തിന്റെ കാര്യമാണ് കേട്ടോ. അതിൽ ശിർക്കിന്റെ ഒരു തരി പോലും അല്ലാഹ് എന്ന് വിളിക്കേണ്ടിടത്ത് അല്ലാഹുവേ എന്ന് വിളിക്കേണ്ട ഒരു സ്ഥലത്ത് ഏത് സഹായത്തിനാവട്ടെ, എന്തിനു വേണ്ടിയാവട്ടെ, അല്ലാഹുവേ എന്ന് വിളിക്കേണ്ട സ്ഥലത്ത് അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയുടെ പേരും, മലക്കാവട്ടെ, ജിന്നാവട്ടെ, മനുഷ്യനാവട്ടെ, പാറയാവട്ടെ, മരമാവട്ടെ, എന്താവട്ടെ, ആ ഒരു പേര് വെച്ച് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ, സഹായം തേടുന്ന ഒരവസ്ഥ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവാതിരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. കാരണം അതെങ്ങാനും സംഭവിച്ചാൽ തീർന്നു. നമ്മൾ ഉണ്ടാക്കിയ സ്വത്തോ പണമോ അധികാരമോ ഒന്നും നരകത്തിൽ നിന്ന് നമുക്ക് ഉപകരിക്കുകയില്ല എന്നുകൂടി മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ശിർക്കിന്റെ മഹാപകടത്തിൽ നിന്ന് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. തൗഹീദ് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പുലർത്താനും അല്ലാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരണപ്പെടുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകുമാറാവട്ടെ.
ഞാൻ സംസാരിക്കേണ്ടത് ഈ ലാ ഇലാഹ ഇല്ലല്ലയെ കുറിച്ചാണ്, ഈ തൗഹീദിനെ കുറിച്ചാണ്, ഈ തൗഹീദ് എന്ന മഹത്തായ അനുഗ്രഹത്തെ കുറിച്ചാണ്. ആ അനുഗ്രഹം നിഷേധിക്കപ്പെട്ട ജനതയുടെ ദൗർഭാഗ്യത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആല ഈ ലോകത്തേക്ക് പ്രവാചകന്മാരെ പറഞ്ഞയച്ചത് എപ്പോഴങ്ങൾക്കറിയോ? 1,00,000-ലേറെ പ്രവാചകന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വന്നിട്ടുണ്ട്. വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ, വ്യത്യസ്തമായ രാജ്യങ്ങളിൽ, സമൂഹങ്ങളിൽ വന്നിട്ടുണ്ട്. എന്തിനാണ് ഈ പ്രവാചകന്മാരൊക്കെ വന്നത്? എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാനാ? എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കാനാ? എല്ലാവരും പട്ടിണി മാറ്റാനാ? എന്തിനാ പ്രവാചകന്മാർ വന്നത്? പ്രവാചകന്മാർ വന്ന കാലഘട്ടങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാകും, ഓരോരോ കാലഘട്ടങ്ങളിലെ ജനങ്ങൾ തിന്മയിലേക്ക് മൂക്കുകുത്തി വീണ സമയത്താണ് അവരെ സമുദ്ധരിക്കാൻ വേണ്ടി അള്ളാഹു പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. ഇന്നിപ്പോ നമ്മളിങ്ങനെ ഒരു പത്രം വായിച്ചാൽ, അല്ലെങ്കിൽ ടി വിയിലെ ഒരു ന്യൂസ് കേട്ടാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും 4 ആള് കൂടിയിരുന്ന് ഒരു ലോക വർത്തമാനം പറഞ്ഞാൽ അവസാനം നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, എന്താലേ ലോകം ഇങ്ങനെ എല്ലായിടത്തും വേണ്ടാത്തര കൊലപാതകം, പിടിച്ചുപറി, ബലാത്സംഗം, മോഷണം, യുദ്ധം, കലാപം, അങ്ങനെ ലോകത്ത് എല്ലായിടത്തും മനുഷ്യന്മാർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളും വേണ്ടാത്തരങ്ങളും കൂടി 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 വരല്ലേ. കൈക്കൂലിയും സ്വജനപക്ഷപാതവും വഞ്ചനയും അങ്ങനെ എന്തൊക്കെ തിന്മകളുണ്ടോ ആ തിന്മകളൊക്കെ, സ്വവർഗരതിയും വ്യഭിചാരവും വൃത്തികേടുകളും, അങ്ങനെ അങ്ങനെ കല്യാണമില്ലാതെ, കുടുംബങ്ങളില്ലാതെ, ഇണകളില്ലാതെ തോന്നിയവന്റെ കൂടെ തോന്നിയതുപോലെ ജീവിക്കുന്ന ആഭാസകരമായ അവസ്ഥകൾ ചുറ്റുഭാഗത്ത് ഇങ്ങനെ പടർന്നു പിടിക്കുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും ആത്മകഥം പോലെ പറയാല്ലേ, എന്താലേ ലോകം ഇങ്ങനെ തന്നെയാണ്. ലോകം ഇങ്ങനെ തന്നെയാണ്, എല്ലാ കാലത്തും ഇങ്ങനെയാണ്. ലോകത്ത് പല ജാതി തിന്മകളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇന്നുള്ളതിനേക്കാൾ ഭീകരമായ അവസ്ഥയിൽ തിന്മകൾ ഉള്ള ഒരു കാലഘട്ടം മുമ്പും ലോകത്തുണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോ ഒരു പെൺകുട്ടിയെ, നമ്മുടെ നാടിൽ ഇവിടെ ഈ പ്രദേശത്ത് ഒരു പെൺകുട്ടിയെ ഒരാൾ കൊന്നാൽ എന്താ സംഭവിക്കുക? അവനെതിരെ പോലീസ് കേസെടുക്കും, അവൻ ജയിലിലാകും. കോടതി ഒരുപക്ഷെ അവനെ ജീവപര്യന്തം തടവിനോ അല്ലെങ്കിൽ അവന്റെ കൊലപാതകത്തിന്റെ ക്രൂരതക്കനുസരിച്ച് ഒരുപക്ഷെ അവനെ തൂക്കിക്കൊല്ലാനോ ഒക്കെ കോടതി വിധിച്ചേക്കാം. ഇന്ന് ഒരു പെൺകുട്ടിയെ കൊല്ലുക എന്നത് വലിയ കുറ്റാണ്. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രബോധനവുമായി വരുന്ന ജാഹിലിയ കാലത്തിന്റെ അവസ്ഥ എന്താ? ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി ജനിച്ചാൽ ആ വീട്ടിലെ ഗ്രഹനാഥൻ ബാപ്പാന്റെ മുഖം കറുത്തു പോകുന്ന മാനക്കേട് കൊണ്ട് പുറത്തിറങ്ങൂല. പിന്നെ ആ കുട്ടിയെ തോളത്തിട്ട് ഒരു മൺവെട്ടിയുമായി ഒഴിഞ്ഞ സ്ഥലത്ത് പോയി ഒരു കുഴി കുത്തി ആ ജീവനുള്ള കുട്ടിയെ ആ കുഴിയിലിട്ട് മണ്ണിട്ട് മൂടിയിട്ട് അയാള് അങ്ങാടിയിൽ വന്നിട്ട് ആൾക്കാരോട് പറയും അഭിമാനത്തോടെ, ഞാനിതാ കൊന്നിരിക്കുന്നു. ആരെ? എൻ്റെ പെൺമകളെ. ഈ നാടിൻ്റെ അഭിമാനത്തിന് വേണ്ടി പെൺകുട്ടിയെ വളർത്തുക എന്ന മാനക്കേട് നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കാൻ ഞാൻ എൻ്റെ മോളെ കൊന്നിരിക്കുന്നു എന്ന് അഭിമാനത്തോടു കൂടി പറയുമ്പം ആൾക്കാരൊക്കെ ഒന്ന് ഷേക്കാൻ എടുക്കും. നന്നായി, ഉഷാറായി. ഇന്നൊരു പെൺകുട്ടിയെ കൊല്ലൽ കുറ്റകൃത്യ. എന്നാൽ പെൺകുട്ടിയെ കൊല്ലൽ ജീവിതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായി കണ്ട ഒരു കാലണ്ടൈനി. സ്വവർഗരതി എന്നൊക്കെ പറയണെന്നുണ്ടെങ്കിലും പരസ്യമായിട്ട് ഒരാൾ പറയട്ടെ ഞാൻ സ്വവർഗരതിന്റെ ആളാണെന്ന്, അയാൾക്ക് മാനക്കേടല്ലേ? എന്നാൽ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടുമുറ്റത്ത് വന്നിട്ട് അന്നത്തെ ആൾക്കാർ എന്തിനാ ഒച്ചണ്ടാക്കിയേ? ലൂത്ത് നബിയുടെ വീട്ടില് സുന്ദരന്മാരായ ചില അതിഥികൾ വന്നിക്കണ്, അവരെ ഞങ്ങൾക്ക് വിട്ടുതരണം. എന്തിന്? വൃത്തികേടിന്. ഈ തോന്നിവാസത്തിനെ ലൂത്ത് നബിന്റെ വീട്ടിൽ വന്ന അതിഥികളെ ഞങ്ങൾക്ക് കിട്ടണമെന്ന് പകല് ഒച്ചക്കോര് വിളിച്ചു പറഞ്ഞ്. അവരുടെ കാലത്ത് സ്വവർഗരതി ഒരു പാപമല്ല, അത് ജീവിതത്തിന്റെ ഭാഗം അല്ലെ. അത്തരം വൃത്തികേടുകൾ ലോകത്ത് മുമ്പുണ്ടായിട്ടുണ്ട്. ഇപ്പൊ മാത്രല്ല, ഇപ്പോഴുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ ഭീകരമായിട്ട് പണ്ടുണ്ടായിട്ടുണ്ട്. ഇത് ലോകത്ത് ആദ്യമൊന്നല്ല. പലിശല്ലേ, നിരീശ്വരവാദല്ലേ അല്ലേ? പ്രവാചകൻ വന്നിട്ട് രാജാവിനോട് പറഞ്ഞു, ഫിറൗനോട് പറഞ്ഞു, നമ്രൂദിനോടാ പറഞ്ഞേ. എന്താ പറഞ്ഞത്? അള്ളാനെ ആരാധിക്കണം. അപ്പൊ ആരാണ് അള്ളാഹ്? അപ്പൊ പ്രവാചകന്റെ മറുപടി എന്താ അറിയോ? ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാരോ അവനാണ് അള്ളാഹു. അപ്പൊ രാജാവ് എന്താ ചെയ്തേ? ജയിലിൽ നിന്ന് 2 തടവ് പുള്ളികളെ കൊണ്ടുവന്നിട്ട് ഒരുത്തന്റെ തല പച്ചക്കൺ വെട്ടി മറ്റോനോട് പറഞ്ഞു എന്റെ വീട്ടിക്ക് പോയിക്കോ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കണ്ടോ, ഞാൻ ഒരാളെ ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നു, ഞാൻ ഒരാളെ മരിപ്പിച്ചിരിക്കുന്നു, അപ്പൊ ഞാനല്ലേ അള്ളാഹ്. അത്രയൊക്കെ പറയാൻ ധൈര്യമുള്ള മനുഷ്യന്മാര് ഇന്ന് ലോകത്തുണ്ടോ?
അതായത് ഇന്ന് ലോകത്തുണ്ട് എന്ന് നമ്മൾ പറയുന്ന തിന്മകളുണ്ടല്ലോ, ഈ തിന്മകളെക്കാൾ മ്ലേച്ഛമായ തിന്മകളുള്ള ഒരു കാലഘട്ടം, പല കാലഘട്ടം ഈ ലോകത്ത് ഇതിനു മുമ്പ് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അത് ലോകത്തിന്റെ കറക്കത്തിലെ ഒരു സ്വാഭാവികതയാണ്. പക്ഷെ അത്തരം സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതയെ സംസ്കരിക്കാൻ വേണ്ടി പ്രവാചകന്മാരെ പറഞ്ഞയച്ചു. ആ പ്രവാചകന്മാർ ആ ജനതക്കിടയിൽ സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തി. എന്തായിരുന്നു ആ പ്രവാചകന്റെ കയ്യിലുള്ള ആയുധം? എന്ത് മരുന്നുകൊണ്ടാണ് ആ പ്രവാചകന്മാർ ആ സമൂഹത്തെ സംസ്കരിച്ചത് അറിയോ? വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഞാനല്ലാത്ത ഒരു ഇലാഹ് നിങ്ങൾക്കില്ല, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പറയാനല്ലാതെ അത് പഠിപ്പിക്കാനല്ലാതെ ഒരൊറ്റ പ്രവാചകനെയും ഈ ലോകത്തേക്ക് അയച്ചിട്ടില്ല. സ്വവർഗരതിയെ സംസ്കാരമായി കണ്ട ലൂത്ത് നബിയുടെ കാലത്തുള്ള ജനങ്ങളോട് അന്നത്തെ പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് പറഞ്ഞത്. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന വഞ്ചകരായ ജനതയോട് അന്നത്തെ പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് പറഞ്ഞത്. പെൺമക്കളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ജാഹിലിയത്തിലെ അറബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് പറഞ്ഞത്. മദ്യമില്ലാതെ ലഹരിയില്ലാതെ ജീവിക്കാൻ കഴിയാതിരുന്ന സമൂഹത്തോട് പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് പറഞ്ഞത്. അടിമത്വം ജീവിതത്തിന്റെ ഭാഗമായി കണ്ട് മനുഷ്യന്മാരെ പിടിച്ചുകൊണ്ടുവന്ന് അടിമച്ചന്തയിൽ കന്നുകാലികളെ പോലെ വിറ്റിരുന്ന ഒരു കാലഘട്ടത്തിലെ ജനങ്ങളോട് ആ കാലത്തെ പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് പറഞ്ഞത്. അത്ഭുതം തോന്നുന്നുണ്ടോ? എല്ലാ തെറ്റിനും ഒരൊറ്റ മരുന്ന്, എല്ലാ അക്രമത്തിനും ഒരൊറ്റ മരുന്ന്, എല്ലാ അരാജകത്വത്തിനും ഒരൊറ്റ മരുന്ന്. പണ്ടൊക്കെ ഈ ഞങ്ങളുടെയൊക്കെ നാട്, ഇവിടെ എനിക്കറിയില്ല, ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ഈ ഗവൺമെൻറ് ആശുപത്രിയിലെ അന്നിങ്ങനെ ഗവൺമെൻറ് ആശുപത്രിയിൽ ഇത്ര അധികം മരുന്നൊന്നുമില്ലല്ലോ. ഈ മഴക്കാലം വന്നാൽ പനി, ജലദോഷം, ചുമ, അങ്ങനെ ഒരേപോലത്തെ രോഗം ഉണ്ടാകുമല്ലോ. അതിനാര് ചെന്നാലും ചോന്ന ഒരു മരുന്നുണ്ട്. അതിങ്ങനെ ബക്കറ്റിൽ കലക്കി വെച്ചേക്കും. അതിങ്ങനെ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കല. അവിടെ ആ മരുന്നുണ്ടോയെന്ന് അറിയില്ല. ആ മരുന്ന് കുടിച്ചാൽ പനി മാറും, ചുമയും മാറും, ജലദോഷം മാറും, അറ്റാക്ക് ഉണ്ടെങ്കിൽ അതുവരെ മാറും. അതിനൊക്കെ പറ്റിയ മരുന്ന. ഏത് രോഗത്തിന് ചെന്നാലും അത് ഒഴിച്ചു കൊടുക്കും. അത് കുടിച്ചാൽ സുഖം. ഇപ്പോഴാണല്ലോ മരുന്ന് കുടിച്ചാൽ രോഗം മാറാത്ത. നിങ്ങൾ ആരെങ്കിലും മരുന്ന് കുടിച്ചിട്ട് രോഗം മാറിക്കണോ? ഞാൻ എൻ്റെ ഉമ്മക്ക് അസുഖമായിട്ട് ഡോക്ടറെ കാണിക്കൂട്ടോ. അപ്പോൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും പണ്ട് എഴുതിയ മരുന്ന് എഴുതും, അതിൻ്റെ താഴെ പുതിയൊരു മരുന്ന് എഴുതും. എന്നിട്ട് പറയും ഒരു 6 മാസം കൂടി കഴിഞ്ഞിട്ട് വരണം കേട്ടോ. അതിനർത്ഥം എന്താ അറിയോ? രോഗം മാറൂലെന്നാ. 6 മാസം കഴിഞ്ഞ് വരുമ്പോൾ വേറൊരു മരുന്ന് എഴുതും. എന്നിട്ട് പറയും ഒരു 3 മാസം കഴിഞ്ഞ് വരണം കേട്ടോ. മരുന്ന് എങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ മരുന്ന് എത്ര കാലം കുടിക്കേണ്ടി വരും? അപ്പോൾ എന്താ പറഞ്ഞാലോ, മരിക്കണീൻ്റെ തലേന്ന് വരെ കുടിച്ചാൽ മതി, അന്ന് കുടിക്കണ്ടെന്ന്. അതായത് മരുന്ന് ഇക്കണ്ട മെഡിക്കൽ കോളേജുകളും ആശുപത്രികളൊക്കെ എങ്ങനെ ഉണ്ടായത്? നിങ്ങളെത്ര, ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ 15 കൊല്ലമായി ആ ഡോക്ടറെ ചികിത്സയിലാണ്. ഓ അഭിമാനം. 15 കൊല്ലമായിട്ട് ആ ഡോക്ടറെ മരുന്ന് കുടിച്ചിട്ട് ഓൻ്റെ രോഗം മാറിയിട്ടില്ലാന്ന്. അതാണ് 15 കൊല്ലമായി ഞാൻ ആ ഡോക്ടറെ എടുത്ത പോലെ, 25 കൊല്ലമായി ആ ആശുപത്രിയിലാണ് പോയത്. 25 കൊല്ലമായിട്ട് ഉപരി പോകുക തന്നെയാണ്. ആഴ്ചയിൽ പോകും, രോഗം മാറിയിട്ടില്ല. പണ്ടങ്ങനെയല്ല. മരുന്ന്, എൻ്റെ ബാപ്പ എനിക്ക് ഓർമ്മയുണ്ട്, ബാപ്പ ഒരു കൂലിപ്പണിക്കാരനായിരുന്നേ. ഈ മഴക്കാലത്ത് പനിച്ചിട്ട് ബാപ്പ ഇങ്ങനെ വീട്ടുമുറ്റത്ത് ഒരു കുടയൊക്കെ കൂടിയിട്ട് പിന്നെ പനിച്ച് നിൽക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം എൻ്റെ ഉമ്മ പറഞ്ഞത്, കടയിൽ പോയിട്ട്, സാധാരണ ആശുപത്രിയല്ല, ഞങ്ങളുടെ നാട്ടിൽ ചെറിയ പെട്ടിക്കടയുണ്ട്, ആ പെട്ടിക്കടയിൽ പോയിട്ട് പനിക്കുള്ള ഒരു ഗുളിക വാങ്ങും. 5 പൈസ 10 പൈസയൊക്കെ വില. ഞാൻ ഓടി ആ പൈസ ഇട്ട് അത് കൊടുത്തപ്പോൾ ആ കടക്കാർ എനിക്ക് ഒരു ഗുളിക തന്നു. ഒറ്റ ഗുളിക 10 5 പൈസയാണ്. ആ ഗുളിക വാപ്പാക്ക് ഉമ്മ കൊടുത്ത് ഞങ്ങളൊക്കെ കിടന്നുറങ്ങി. നേരം വെളുത്ത് എണീറ്റപ്പോൾ ഞാൻ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ ബാപ്പയുടെ? ഉമ്മ പറഞ്ഞു, ബാപ്പ പണിക്കുപോയി. അപ്പോൾ ബാപ്പാൻ്റെ പനി മാറി. 5 പൈസൻ്റെ ഗുളിക കൊണ്ട് പനി മാറിയിന്. ഇന്ന് 5 കോടിൻ്റെ പനി കുടിച്ചാൽ മാറാൻ ഇത്തിരി പടിയ. പോട്ടെ, എന്തോ ആവട്ടെ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കം ലോകത്തിലെ മുഴുവൻ പ്രവാചകന്മാർക്കും ഓരോരോ കാലഘട്ടങ്ങളിലെ ജനങ്ങൾ പലജാതി തിന്മകൾ, പലജാതി ജീവിത സാഹചര്യങ്ങൾ, അവരിലൊക്കെ മാറ്റമുണ്ടാക്കാൻ അള്ളാഹു കൊടുത്ത മരുന്ന് ഏതാ അറിയങ്ങള്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് എന്താ പറയാനുള്ള അറിയങ്ങള്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നന്നാവണമെന്ന്? ചില ആൾക്കാർ പറയേ, മൗലവി നന്നാവണം എന്നൊക്കെ തോന്നുന്നുണ്ട്, നന്നാവാൻ പറ്റണില്ല. എൻ്റെ മോനെ എത്ര പറഞ്ഞിട്ടും നന്നാവണില്ല, എൻ്റെ ഭാര്യ എത്ര പറഞ്ഞിട്ടും നന്നാവണില്ല, എൻ്റെ സുഹൃത്ത് എത്ര പറഞ്ഞിട്ടും നന്നാവണില്ല. എന്താ നിങ്ങൾ? നന്നാവാനുള്ള മരുന്ന് എന്താ നിങ്ങൾ? നന്നാവാൻ ആത്യന്തികമായ മരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു മനുഷ്യന് മനസ്സിലായാൽ,
അതവന്റെ മനസ്സിലങ്ങോട്ട് എത്തിയാൽ പിന്നെ ഓൻ നന്നാവാൻ നമ്മൾ വേറൊന്നും കൊടുക്കണം. അപ്പൊ നമ്മളെ കൂട്ടത്തിൽ ഒരാള്, നമ്മളെ കൂട്ടത്തിൽ ഇരിക്കുന്ന കൂട്ടത്തിലല്ല, നമ്മളെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാള് ലഹരിക്ക് അഡിക്റ്റായ, അയാൾ കഞ്ചാവോ അല്ലെങ്കിൽ കള്ളോ ഒക്കെ അത് കുടിച്ച് ലഹരിക്ക് അഡിക്റ്റായ ഒരാളുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളെ കുടുംബത്തിന് വലിയ മാനക്കേടാണല്ലേ. അതുകൊണ്ട് തന്നെ കുടുംബമൊക്കെ കൂടിയിട്ട് തീരുമാനിച്ച് നമുക്ക് അവനെ ഒന്ന് ചികിത്സിക്കാം. അങ്ങനെ എവിടെ നിങ്ങൾ കൊണ്ടുപോവാ? ഏതെങ്കിലുമൊക്കെ ഡി അഡിക്ഷൻ സെന്ററുകളിൽ കൊണ്ടുപോയിട്ട് മരുന്ന് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ജയിലുകൾക്ക് സമാനമായ സ്ഥലത്ത് കെട്ടിയിട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചികിത്സ, കൗൺസിലിങ് പല ജാതി കൊടുത്തിട്ട് നമ്മൾ ഓലെ മാറ്റാൻ നോക്കും. ഞങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ അനുഭവത്തിൽ അങ്ങനെ മാറ്റിയ ആൾക്കാരില്ലേ? അങ്ങനെ മാറ്റിയിട്ട് എത്ര ആൾക്കാർ ജീവിതത്തിൽ പിന്നെ കള്ളു കുടിക്കാതെ നിന്നിട്ടുണ്ട്? ഞാൻ എൻ്റെ ചുറ്റുപാടെ കണ്ടത് ഒരു 80% ഇങ്ങനെ പോകുമ്പോൾ ഒരു ബാറിൻ്റെ ബോർഡ് ഇങ്ങനെ കണ്ടാൽ എടുത്ത പണിയൊക്കെ വെറുതെ ആകും, ഓൻ അവിടെ ഇറങ്ങും. അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനെ കണ്ടാൽ, അല്ലെങ്കിൽ ബസ്സിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഞങ്ങളൊക്കെ കൊണ്ടുപോയി ഒരു കേന്ദ്രത്തിൽ കൊണ്ടുപോയി 25,000 റുപ്യ കൊടുത്ത് അവിടെ നിർത്തി 2 മാസം കഴിഞ്ഞ് സുഖമായി നിസ്കരിക്കാനൊക്കെ ഒന്നാമത്തെ സെഫിലുണ്ടാകും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാളുടെ ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഇന്നലെ വീണ്ടും കുടിച്ചാട്ട വന്നത്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് അത്രയൊക്കെ അധ്വാനിച്ചിട്ട്? അപ്പോൾ എന്നോട് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞ്, ഞാൻ ഈ കുടിക്കൂലാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾ കുടിച്ചിരുന്നു. ആ വല്ലാത്ത ഗന്ധം കേട്ടപ്പോൾ അയാളെടുത്ത് കുപ്പിണ്ടേനി, അത് വാങ്ങിയിട്ട് ഞാനും കുടിച്ചു തരണം. എടുത്ത പണിയൊക്കെ എത്ര എളുപ്പം പോയത് നിങ്ങൾ. പക്ഷേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ മദ്യത്തിൽ മുങ്ങിയിരുന്ന ഒരു ജനതയെ മാറ്റാൻ ഒരു കൗൺസിലിംഗും നടത്തിയിട്ടില്ല, ഒരു ഡി അഡിക്ഷൻ സെന്ററും നടത്തിയിട്ടില്ല, ആയുർവേദോ അലോപ്പതിയോ ഒരു മരുന്നും കൊടുത്തിട്ടില്ല, ഒരു ജയിലും തുറന്നിട്ടില്ല. പിന്നെ എങ്ങനെ മാറ്റിയത്? അല്ലാഹു ചോദിക്കുന്നു, നിങ്ങൾക്ക് ലഹരി നിർത്താൻ സമയമായില്ലേ? ഒരൊറ്റ ചോദ്യ, അള്ളാന്റെ ചോദ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയ ആ ജനതയോടാ ചോദിച്ച്, ആ അള്ളാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിർത്താൻ സമയമായില്ലേ? ഒരൊറ്റ മറുപടി. എന്തേ മറുപടി? നിർത്തി. കുടിച്ചുകൊണ്ടിരിക്കുന്നവൻ വായിലുള്ളത് പുറത്തേക്ക് തുപ്പി, ഒഴിച്ചു കൊടുക്കുന്നവൻ പാത്രത്തിലുള്ളത് പുറത്തേക്ക് ചിന്തി. കടകളിൽ ബാരലുകളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ലിറ്റർ കണക്കിന് വില കൂടിയ മദ്യമുണ്ടല്ലോ, 10,000ങ്ങളുടെ നഷ്ടമാണ്. പക്ഷേ അവരാരും പ്രവാചകന്റെ അടുത്ത് പരാതി പറഞ്ഞില്ല. റസൂലെ, ഒരുപാട് സാധനം സ്റ്റോക്ക് ഉണ്ട്, ഇതെല്ലാം പാടെ ചിന്തിക്കളഞ്ഞാൽ ഭയങ്കര സാമ്പത്തിക നഷ്ടം വരും, അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകരെ ഇത് ഈ സാധനം ഒന്ന് വിറ്റ് തീരുന്നത് വരെ ഈ നിയമം ഒന്ന് ഫ്രീസ് ചെയ്യണമെന്ന് അവരാരും ആവശ്യപ്പെട്ടില്ല. മദീനയുടെ തെരുവിലൂടെ അന്ന് മദ്യത്തിന്റെ അരുവി ഒഴുകിയെന്ന ചരിത്രം പറയുന്നത് തീർന്നില്ല. മദ്യത്തിൽ മുങ്ങി ജീവിച്ചിരുന്ന ആ ജനതയിൽപ്പെട്ട ചില ആളുകളെ പ്രവാചകന്റെ അടുത്ത് ഒരു സംശയം ചോദിക്കാൻ വന്ന്, പിന്നീട് എന്താ സംശയം എന്നറിയോ? അള്ളാഹുവിന്റെ റസൂലേ, അന്ന് മദ്യം ചിന്തിക്കളയാൻ ഞങ്ങളോട് കൽപ്പിച്ചില്ലേ? അന്ന് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന മദ്യം വീടിന്റെ പിന്നാമ്പുറത്ത് ഞങ്ങൾ ചിന്തിക്കളഞ്ഞപ്പോ ആ നനഞ്ഞ മണ്ണില് ചില പുല്ലിങ്ങനെ മുളച്ചു വന്നു റസൂൽ. അങ്ങനെയാണല്ലോ, മണ്ണ് നനഞ്ഞാല് അതിൽ പുല്ല് മുളക്കൂലേ? ഒരു പുല്ല് മുളച്ചു വന്നു റസൂലേ. ആ പുല്ല് എൻ്റെ വീട്ടിലെ ആട് ഞാൻ കാണാതെ പോയി തിന്നിട്ടുണ്ട് റസൂലേ. അതുകൊണ്ട് ഇനി ആ ആടിനെ അറുത്തിട്ട് അതിൻ്റെ മാംസം തിന്നാൻ പറ്റുമോ? എന്താ കാരണം? മദ്യം ചിന്തിയേടത്ത് മുളച്ചു പൊന്തിയ പുല്ല് ഈ ആട് തിന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ആടിന്റെ മാംസം തിന്നാൻ പറ്റുമോ എന്ന് ഫത്വ ചോദിക്കാൻ അവർ പ്രവാചകന്റെ മുമ്പിൽ എത്തത്തക്ക വിധം മദ്യത്തിൽ നിന്ന് അകലം പാലിക്കാൻ അവർക്ക് എന്തുകൊണ്ടാ സാധിച്ചത്? നിങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയത് കൊണ്ടാ. അതുകൊണ്ട് ഈ സമൂഹത്തിൽ സംസ്കാരമുണ്ടാക്കണമെന്നും സമൂഹത്തെ സമുദ്ധരിക്കണമെന്നും സമൂഹത്തിന്റെ തിന്മകളിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്തണമെന്നും ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മാർഗന്തരങ്ങൾ സെമിനാറുകളോ സിമ്പോസിയോ ഒന്നുമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധനം മാത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കുമ്പോൾ അത് സമൂഹത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. എന്താ കാരണങ്ങൾ? ലോകത്ത് 2 തരം മനുഷ്യന്മാരുണ്ട്. ആരാരങ്ങള്? ഒന്നാമത്തെ മനുഷ്യൻ ആരാരങ്ങള്? അമ്മാമൻ ത്വഗാ വആസറൽ ഹയാത ദുനിയ ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ. മനസ്സിൽ തോന്നിയതൊക്കെ ചെയ്യുന്ന, ആസ്വാദനങ്ങളും അനുഭൂതികളും കിട്ടാൻ വേണ്ടി തൻ്റെ ചുറ്റുപാടിൽ എന്തൊക്കെ സുഖങ്ങളുണ്ടോ, വ്യഭിചാരമാവട്ടെ, ലഹരിയാവട്ടെ, പലിശയാവട്ടെ, എന്താവട്ടെ, എല്ലാ വേണ്ടാത്തരങ്ങളും ചെയ്യുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. അവർ നരകത്തിന്റെ അവകാശികളാണ്. എന്നാൽ വേറെ ഒരു വിഭാഗം ആളുകളുണ്ട്.
വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. എന്താണ്? വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബി. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും പറയുമ്പോഴും ഏതൊരു കാര്യത്തിന് തീരുമാനിക്കുമ്പോഴും അവന്റെ മനസ്സിലേക്ക് ഒരു പേടി വരാനുണ്ട്. ഏതാണ് ആ പേടി എന്നറിയോ? ഈ കാര്യം ചെയ്തതിന്റെ പേരിൽ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ അവന്റെ കോടതിയിൽ ഞാൻ നിൽക്കുകയും നീ എന്തിനാണ് ഇത് ചെയ്തത് എന്ന് റബ്ബനോട് ചോദിക്കുമ്പോൾ എൻ്റെ ഇടതുഭാഗത്ത് ആകാശത്തോളം കത്തിയാളുന്ന നരകത്തിന്റെ തീജ്വാലകൾ എന്നെ ഭയപ്പെടുത്തുമ്പോൾ സഹായിക്കാൻ ആരുമില്ലാത്ത ലോകത്ത് ആ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഞാൻ ഒറ്റക്ക് നിൽക്കേണ്ടി വരുന്ന ആ ഭയങ്കരമായ ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ മുമ്പിലെ ആ നൃത്തമുണ്ടല്ലോ, ആ സ്ഥാനത്തെ ഭയപ്പെടുകയും ആ ഭയപ്പെട്ടത് കൊണ്ട് തന്നെ അവന്റെ മനസ്സിൽ ഒരു കാര്യം തോന്നുമ്പോൾ അവൻ ഒന്ന് ആലോചിക്കും, ഇത് ചെയ്യാൻ പറ്റുമോ പറ്റൂലേ. വേണ്ടാത്ത തോന്നലുകൾ ഉണ്ടാകുമ്പോൾ ആ തോന്നലുകളെ മനസ്സിൽ നിന്ന് പറിച്ചറിയാനും, വേണ്ടാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ആഗ്രഹങ്ങളെ അള്ളാഹുവിനെ പേടിച്ച് അത് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനും ഒരാൾക്ക് സാധിക്കുമ്പോൾ അവനെ നന്നാക്കാൻ പിന്നെ പോലീസ് വേണ്ട, ജയില് വേണ്ട, കോടതി വേണ്ട, അവൻ ഒറ്റക്ക് നന്നാവും. എന്താ കാരണം എന്നറിയോ? അവന്റെ മനസ്സിൽ അള്ളാഹു ഉണ്ട് അല്ലേ. നാളെ പരലോകത്ത് മൈശറയിലെ വിചാരണക്ക് മുമ്പ് കത്തിയാളുന്ന സൂര്യന് കീഴെ നമ്മളങ്ങനെ ഉരുകി ഉരുകി നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലേ. ഇന്നിപ്പോ സൂര്യൻ എത്ര മേലെയാ നിങ്ങള്? ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ മേലെയാ സൂര്യൻ. 15 കോടി കിലോമീറ്റർ. ആ സൂര്യന്റെ ചൂട് താങ്ങാൻ കഴിയാതെ ഒരു 10 മിനിറ്റ് നിൽക്കുമ്പോഴേക്ക് തലമിന്നി വീഴുന്നു. അല്ല, നമ്മൾ ഇപ്പോഴും കണ്ടങ്ങൾ വേർത്ത്. ഈ വേർപ്പിന്റെ ചൂട് എവിടുന്ന നിങ്ങൾ? പകൽ ഇവിടെ ഉണ്ടായിരുന്ന സൂര്യൻ ഉണ്ടല്ലോ, ആ സൂര്യൻ ഇവിടെ ഇട്ടുപോയ ചൂട് കൊണ്ടാണ് ഞാൻ അപ്പോഴും വേർക്കണേ. എന്നാൽ തലയുടെ തൊട്ടുമീതെ ആ സൂര്യൻ വന്ന് നിൽക്കുമ്പോഴേ എന്താലേ ഉരുകിങ്ങനെ മനുഷ്യന്മാർ ഒലിക്കും. ആ സമയത്ത് ചില ആളുകളെ അള്ളങ്ങോട്ട് വിളിക്കും, അങ്ങോട്ട് വരും, ഡബ്ബടി ഇരുന്നു പറയും. അള്ളാഹുവിൻ്റെ അർശിന്റെ തണല് അത് വെറും തണലല്ല, അതൊരു അംഗീകാരമാണ്, ഒരാദരവാണ്, ഒരു വിജയമാണ്, ഒരു സന്തോഷമാണ്. ആ അള്ളാഹു തആല വിളിച്ചു വരുത്തി അർശിന്റെ തണല് കൊടുക്കുന്ന 7 വിഭാഗം ആളുകൾ. അതിലൊരു വിഭാഗം ആരാണ്? റജുലുൻ, ഒരു മനുഷ്യൻ, ദഅതുഹും റഅതുൻ, ഒരു പെണ്ണ് ആ മനുഷ്യനെ, ചെറുപ്പക്കാരനെ വിളിച്ചു. എന്തിന്? ഒരു വേണ്ടാത്തരത്തിന്. എങ്ങനത്തെ പെണ്ണ? തോന്നിയാസിയായ പെണ്ണല്ല, നല്ല തറവാട്ടുകാരിയായ പെണ്ണ്, നല്ല തറവാട്ടുകാരിയായ പെണ്ണ്, നല്ല സൗന്ദര്യമുള്ള പെണ്ണ്, കുലീനയായ പെണ്ണ്, ഒരാളും അവളുടെ ശരീരം നോക്കാത്ത വിധം അത്രയും വിശുദ്ധയായ ഒരു പെണ്ണ്. അങ്ങനത്തെ ഒരു പെണ്ണ്, കാണാൻ നല്ല ഭംഗി, നല്ല തറവാട്ടുകാരിയാ. അങ്ങനത്തെ ഒരു പെണ്ണ് ഒരു ചെറുപ്പക്കാരനെ രാവിലെ ഒരു 4 മണിക്ക് മൊബൈലിൽ നിങ്ങൾ വരുമോ, വീട്ടിലാരുമില്ല, ഞാൻ ഒറ്റക്കേ ഉള്ളൂ, വന്നോളി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേ ആ ചെറുപ്പക്കാരൻ്റെ മറുപടി എന്താ? നിങ്ങൾ ഇത് പെണ്ണ് മാത്രമല്ല, ഇനിയിപ്പോൾ ഒരു പെണ്ണിനെ ഒരാണാ വിളിക്കുന്നത്, എടീക്ക് വരുമോ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരട്ടെ. ഒരു പെണ്ണിനെ ഒരു ചെറുപ്പക്കാരനാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുമ്പോൾ അവന്റെ മറുപടി എന്താ? നിങ്ങള് ഞാൻ വരുന്നില്ല, പേടിയാണ് എന്നല്ല. എൻ്റെ വാപ്പ കണ്ടാൽ, ഉമ്മ കണ്ടാൽ, ഭാര്യ കേട്ടാൽ, നാട്ടുകാരറിഞ്ഞാൽ, ഇതൊന്നുമല്ല അവന്റെ മറുപടി. അവന്റെ മറുപടി എന്താ? നിങ്ങള് ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് അള്ളാനെ പേടിയാണ്, എനിക്ക് അള്ളാനെ പേടിയാണ്, അതുകൊണ്ട് ഞാൻ ഇല്ലാന്ന്. പൊന്നാര സഹോദര, ഇങ്ങനെ ഒരു മറുപടി പറയാൻ ഒരു മനുഷ്യന്റെ മനസ്സ് പക്വമായാൽ ലോകത്തെവിടെയും അവന് പോകാം. അവന് തായ്ലൻഡ് പോകാം, അവന് മലേഷ്യ പോകാം, പട്ടായ മാതാരം എവിടെയും പോകാം, ബോംബെയിലെ ചുവന്ന തെരുവോ കറുത്ത തെരുവോ എവിടെയും പോകാം, ഓൻ എവിടെയും പോകാം. ഓനെ പേടിക്കണ്ട. എന്താ നിങ്ങള്? ഓന്റെ മനസ്സിന്റെ ഉള്ളിലെ സംരക്ഷണത്തിന്റെ ഒരു വലിയ മതിലുണ്ട്. എന്താണത്? ഇന്നി അഖാഫുല്ലാഹ്, പടച്ചോനെ പേടിയാണ്. ബാപ്പാനെ പേടിച്ചിന് ആൾക്കാരുണ്ടാവും. ബാപ്പുണ്ടോ? ഇല്ല. ബാപ്പല്ലേ? എന്നാ ബാപ്പല്ല. ഉമ്മാനെ പേടിച്ച ആൾക്കാർ ഉമ്മ ഉണ്ടോ? ഉമ്മ കാണുന്നില്ല. ഭാര്യനെ പേടിക്കുന്ന ആൾക്കാർ ഭാര്യ കാണുന്നില്ല. ഭർത്താവിനെ പേടിക്കുന്ന ആൾക്കാർ ഭർത്താവ് കാണുന്നില്ല. തെറ്റ് ചെയ്യാം, പക്ഷേ അള്ളാനെ പേടിക്കുന്ന ഒരാൾക്ക് അള്ള കാണാതെ എവിടുന്നാ കൂട്ടരത് ചെയ്യാൻ പറ്റുക? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ മകനൊരു പെണ്ണ് തരെയാണ്. നമ്മളൊക്കെ കുട്ടിയൊക്കെ കല്യാണം അന്വേഷിക്കലില്ലേ?
വിളിക്കലുണ്ട് ചിലരൊക്കെ, ഉസ്താദെ ഒരു മോനൊരു പെണ്ണ് വേണം കേട്ടോ, എന്തൊക്കെയാണ്, ഒന്നും വേണ്ട, നല്ല ചൊറുക്ക് വേണം, അല്ലെങ്കിൽ അത് വേണം ഇത് വേണം, പലതാ പറയാ. പക്ഷേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ മകൻ അബ്ദുള്ളക്ക് പെണ്ണ് തരിക. എവിടെയാ ഒരു പെണ്ണുള്ളത്? അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തൻ്റെ രാജ്യത്തെ പ്രജകളുടെ അവസ്ഥ അറിയാൻ ഖലീഫ ഉമർ പാതിരാത്രിയിൽ ഇങ്ങനെ വേഷം മാറി നടക്കാറുണ്ടല്ലോ അല്ലേ, അങ്ങനെ നടക്കുമ്പോണ്ട് പാതിരാത്രിയിൽ ഒരു വീട്ടിൽ നിന്നൊരു സംസാരം, നിങ്ങൾക്ക് അറിയുന്ന കഥയാണ്. ആ സംസാരത്തിൽ ഒരു പ്രായമുള്ള സ്ത്രീയുടെ ശബ്ദം, എടി ഇന്ന് പാല് കുറവല്ലേ, ലേശം വെള്ളം ചേർത്താലേ നമുക്ക് രാവിലെ തോനെ പാല് വിൽക്കാം, തോനെ പൈസ കിട്ടും, പട്ടിണി മാറുമല്ലോ. അപ്പം മറുഭാഗത്തൊരു പെൺകുട്ടിയുടെ മറുപടിയാ. എന്താ പെൺകുട്ടി പറഞ്ഞാൽ, ഉമ്മ പാലിൽ വെള്ളം ചേർക്കുന്നത് കുറ്റല്ലേ? അപ്പൊ ഉമ്മാന്റെ ചോദ്യം, വെടി പൊട്ടത്തി, ഈ പാതിരാത്രി വെള്ളം ചേർത്ത ആരാ കാണുക, ആരാ അറിയാ? അപ്പൊ മോളെ മറുപടി, ഉമ്മ ആരും കാണൂലെങ്കിലും പടച്ചോൻ കാണൂലേ, അതുകൊണ്ട് ഞാൻ കൂട്ടൂല, വെള്ളം ചേർക്കൂല. ഖലീഫ ഉമർ ആ വീടിന്റെ ചുമരും ഇങ്ങനെ കല്ലുകൊണ്ടൊരു വര വരച്ച് ഒരടയാളം, എന്നിട്ട് പോയി. രാവിലെ തൻ്റെ ഉദ്യോഗസ്ഥന്മാരിൽ ചിലരെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പോണ റോഡിലെ ചുമരിലൊരു വരയിട്ടൊരു വീടുണ്ട്, ആ വീടിനെ കുറിച്ച് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വേഗം വരും പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാർ പോയി, റിപ്പോർട്ട് വന്നു. എന്താ റിപ്പോർട്ട് പറയുന്നത്? ഖലീഫ ഉമർ അങ്ങനെയാണ്, ഏത് കാര്യത്തിനും അപ്പക്കപ്പം അതിൻ്റെ പരിഹാരം അല്ലേ. ഒരു വീട്ടിൽ കൂടെ അങ്ങനെ പോകുമ്പോഴാണ് ഒരു പെണ്ണിൻ്റെ കരച്ചിൽ, സങ്കടപ്പെട്ടൊരു പാട്ട് പാടുക. എന്താ പാട്ട് അറിയോ? ഭർത്താവില്ലാതെ ഒറ്റക്ക് രാത്രി കഴിച്ചു കൂട്ടേണ്ട പ്രയാസത്തെക്കുറിച്ചാണ് പെണ്ണിൻ്റെ പാട്ട്. ഖലീഫ ഉമർ വന്ന് അന്വേഷിച്ച് ആ വീടും അടയാളം വെച്ച്. പിറ്റേന്ന് രാവിലെ ഉദ്യോഗസ്ഥന്മാർ വിട്ട്, എന്തിനാ പെണ്ണ് കരയണത്, എന്തിനാണ് ആ പാട്ട് പാടിയത്? അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, ഓളെ ഭർത്താവ് പട്ടാളത്തിലാണ്, കുറേ കാലമായി വന്നിട്ട് ഒറ്റക്കാണ്, വിരഹത്തിൻ്റെ വേദനയാണ്. ഖലീഫ ഉമർ ഉടനെ തൻ്റെ മകളെ വിളിച്ച്, അന്വേഷണ കമ്മീഷൻ ആരാണ് മകളെ വിളിച്ചിട്ട് ചോദിക്കുക, അല്ല മോളെ, ഭർത്താവ് അടുത്തില്ലാതെ ഒരു ഭാര്യയ്ക്ക് എത്ര കാലം ഒറ്റക്ക് ജീവിക്കാൻ പറ്റും? മോള് പറഞ്ഞു 4 മാസം. അതിൻ്റെ അപ്പുറത്തേക്ക് പ്രശ്നം തന്നെയാണ്. ഉടനെ പട്ടാള ക്യാമ്പുകളിൽ ഖലീഫയുടെ ഓർഡർ ഉണ്ടായി, 4 മാസത്തിലൊരിക്കൽ, ഏതവസ്ഥയിലാവട്ടെ 4 മാസത്തിലൊരിക്കൽ പട്ടാളക്കാർ ലീവ് എടുത്ത് വീട്ടിൽ പോകണം. 1 കൊല്ലോ 2 കൊല്ലോ ഒക്കെ ഗൾഫിൽ നാട്ടിക്ക് വരാതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന ആണുങ്ങളുണ്ടാവും. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളെ ഭാര്യമാരെയൊക്കെ അവസ്ഥ എന്താണെന്നില്ലേ? സങ്കടമാണ്. പോട്ടെ, ഞാൻ എൻ്റെ വിഷയത്തേക്ക് വരാം, അത് വേറെ ലോക. അപ്പോൾ ഖലീഫ ഉമർ ആളെ പറഞ്ഞയച്ച് ആ വീട്ടിലത്തെ അവസ്ഥ എന്താ നോക്കി വരാൻ. അപ്പോൾ റിപ്പോർട്ട് വന്ന് ഒരു ഉമ്മയും മകളുമാണ് അവിടെ ഉള്ളത്, ബാപ്പയില്ല, ആടുകളെ മേച്ച് അതിൻ്റെ പാല് കറന്ന് വിറ്റിട്ട് ജീവിക്കുന്ന ഒരു ദരിദ്രമായ കുടുംബമാണ്, വളരെ പ്രയാസത്തിലാണ്, ഉമ്മയും മോളും മാത്രമേ ഉള്ളൂ. ഇതാണ് മറുപടി. ഖലീഫ ഉമർ തൻ്റെ മകനെ വിളിച്ചു, അബ്ദുള്ളയെ, അബ്ദുല്ലാഹിബിൻ ഉമറിനെ വിളിച്ചു, അബ്ദുള്ള വാ, എനിക്ക് പെണ്ണിട്ടണ്ടേ. മാണം പാപ്പ, എന്നാ ചെല്ല്, ആ വീട്ടിലൊരു പെൺകുട്ടി ഉണ്ട്, പറ്റുമോ നോക്ക്, പറ്റിയ ഓളെ കെട്ടാം. തൻ്റെ ഖലീഫ ഉമറിൻ്റെ കാലേതാരങ്ങൾ ഇന്ന് ലോകത്ത് അമേരിക്ക എന്താണോ ആ അമേരിക്കയേക്കാൾ മേലെയാണെന്നാൽ ഖലീഫ ഉമറിൻ്റെ സാമ്രാജ്യം. ലോകത്തിലെ ശക്തമായ സാമ്രാജ്യമായ റോമും പേർഷ്യയും ഒക്കെ ഉമറിന്റെ സാമ്രാജ്യത്തിന്റെ മുമ്പിൽ തകർന്നടിഞ്ഞ് ലോകത്തിലെ ഏക ഛത്രാധിപതിയായി ഉമർ മാറിയ കാലാണ്. ഏത് രാജകൊട്ടാരത്തിൽ നിന്നും തൻ്റെ മകന് വേണ്ടി രാജകുമാരിമാരെ കൊണ്ടുവരാൻ ഉമറിന് സാധിക്കുന്ന കാലത്താ പാൽക്കാരിത്തള്ളയുടെ മകളെ ഖലീഫ ഉമർ തൻ്റെ മരുമകളാക്കാൻ ആലോചിച്ചത്. എന്താ തരങ്ങള്? ഈമാനാണ്. പാതിരാത്രിയിലും ഇന്നി യഖാഫുല്ലാഹ്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അസീസിന്റെ ഭാര്യ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി വേണ്ടാത്തരത്തിന് പ്രേരിപ്പിച്ചപ്പോ അതിന് അനുവദിച്ചിട്ടില്ലെങ്കിൽ ജയിലിലടക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ യൂസുഫ് നബിന്റെ പ്രാർത്ഥന അല്ലേ? എന്താണ് പ്രാർത്ഥന? പടച്ചോനെ, ആ പെണ്ണിനെ വിളിക്കണ തോന്നിയാസം ഉണ്ടല്ലോ, അതിനെക്കാട്ടിലും എനിക്കിഷ്ടം ജയിലാണ് റബ്ബേ, ഇന്നെ ജയിലിൽ കൊണ്ടുപോയിട്ടാലും വേണ്ടില്ല, ഈ തോന്നിയാസത്തിൽ ഇന്നെ ഉൾപ്പെടുത്തരുതേ റബ്ബേന്ന് നെഞ്ചുരുകി തേടിയ ആ പ്രവാചകന്റെ പ്രാർത്ഥന പടച്ചോൻ കേട്ട് നമ്മൾ കേട്ടില്ലേ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം, തെറ്റുകൾ എല്ലായിടത്തും ഉണ്ടാവും. പക്ഷേ ആ തെറ്റുകളിലേക്ക് പോകാതിരിക്കാൻ നമ്മുടെ കയ്യിൽ, നമ്മുടെ കുടുംബത്തിന്റെ മക്കളുടെ ഒക്കെ കയ്യിലുണ്ടാവേണ്ട ആയുധം എന്താ? എന്താണ്? ഇന്നി അഖാഫുല്ലാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ മുമ്പിലൂടെ വളർന്നു വലുതായ ബാല്യവും കൗമാരവും യുവത്വവും ഒക്കെ പ്രവാചകന്റെ മടിത്തട്ടിലൂടെ കടന്നു വന്ന 3 അബ്ദുള്ളമാരുണ്ട് മക്കത്ത്, മദീനത്ത്. അബ്ദുല്ലാഹിബ്നു ഉമർ, അബ്ദുല്ലാഹിബ്നു മസ്ഊദ്, അബ്ദുല്ലാഹിബ്നു അബ്ബാസ്. 3 അബ്ദുള്ളമാരാ. ഒരു മഹാ സൗഭാഗ്യം കിട്ടിയ 3 ചെറുപ്പക്കാരാ. ആ അബ്ദുല്ലാഹിബ്നു അബ്ബാസിനോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയണേ, യാ ഗുലാം. അതൊരു സ്നേഹത്തിന്റെ വിളിയാ. പൊന്നുമോനെ, പൊന്നുമോനെ,
സ്നേഹത്തിന്റെ വിളിയാ. എന്താ പറഞ്ഞാരോ? നീ അള്ളാനെ സൂക്ഷിക്കണം കേട്ടോ, നീ അള്ളാനെ സൂക്ഷിക്കണം കേട്ടോ. അങ്ങനെ അള്ളാനെ സൂക്ഷിച്ചാലേ അള്ള നിന്നെ സൂക്ഷിക്കും. അള്ളാനെ സൂക്ഷിക്കാരൻ എന്താ? അള്ളാഹ്ക്ക് മഴ കൊള്ളാതെ, അള്ളാഹ്ക്ക് വെയിൽ കൊള്ളാതെ, അള്ളാഹ് പട്ടിണി കിടക്കാതെ സൂക്ഷിക്കുക എന്ന അല്ലല്ലോ. അതിൻ്റെ ആവശ്യം അള്ളാഹ്ക്കില്ല. നമ്മളെ ഒരു സഹായവും അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹ് സമതാണ്. പിന്നെ അള്ളാഹിനെ സൂക്ഷിക്കാരൻ എന്താണ്? അള്ളാഹിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ വിട്ടുപോകാതെ കൃത്യമായി പാലിച്ചുകൊണ്ട് ജീവിക്കുക. അങ്ങനെ നീ ജീവിച്ചാൽ അള്ളാഹു നിന്നെ സൂക്ഷിക്കും. അതേതാ സൂക്ഷിക്കല്? പാപങ്ങളിൽ നിന്ന്, വേണ്ടാത്തരങ്ങളിൽ നിന്ന് സുരക്ഷിതമായി അള്ളാഹു നിന്നെ കാത്തോളും. നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ ഈ ലോകത്ത് ജീവിക്കുക. എന്താ ഒരു ജീവിക്കണ ലോകത്തിൻ്റെ അവസ്ഥാരങ്ങൾ. ഞാനൊക്കെ ഇങ്ങനെ പോരുമ്പോൾ നാട്ടിൽ നിന്ന് മംഗലാപുരത്തേക്ക് ട്രെയിൻ കയറുമ്പോൾ ഏതെങ്കിലുമൊക്കെ കോളേജ് തുറക്കണയൊക്കെ സമയമാണെങ്കിൽ ആ ട്രെയിനിലൊക്കെ പലപ്പോഴും നമ്മൾ മൂത്രമൊഴിക്കാനൊക്കെ പോവുകയാണെങ്കിൽ കണ്ണ് ചിമ്പി ഇങ്ങനെ പോകണം, തപ്പി പോകണം. എന്താ നിങ്ങൾ കണ്ണ് തുറന്നാൽ കാണാൻ പറ്റാത്ത കാഴ്ചകൾ അങ്ങനെ കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ നിങ്ങൾ ഈ ലോകം അവസാനിക്കാറാവുമ്പോഴേ മനുഷ്യന്മാർ നടന്നു പോണ വഴിയിൽ ആണും പെണ്ണും കടന്നിട്ട് തോന്നിയാസം കാട്ടും. അന്ന് അവർക്കേക്കാറും സ്വാധീനം. അതുകൊണ്ട് അവരോട് എന്താണെന്ന് ചോദിക്കാൻ അധികാരം ഉണ്ടാവില്ല. പരമാവധി എന്താ അധികാരം ഉണ്ടാവുമല്ലോ? മക്കളെ ഒന്നും ഇങ്ങോട്ട് മാറി കടന്നാൽ എനിക്കിതിലങ്ങോട്ട് പോകായിരുന്നു എന്ന് പറയാനേ അധികാരം ഉണ്ടാവുള്ളൂ. എന്നാ തിന്മ അധികാരം സ്ഥാപിക്കുന്ന ഒരു കാലം വരുന്ന അത്തരമൊരു കാലഘട്ടത്തിൽ നന്മയെക്കുറിച്ച് പറയാൻ പോലും ആളില്ലാത്ത ഒരു കാലം. നന്മയെക്കുറിച്ച് പറയാൻ പോലും ആളില്ല. ഇനി ആരെങ്കിലും പറഞ്ഞാലോ പറഞ്ഞോനെതിരെ കേസ് ഉള്ളിലാവും. അതോരെ സ്വാതന്ത്ര്യ. പ്രായപൂർത്തിയായിക്കണോ? അതോരെ സ്വാതന്ത്ര്യ. ഇടപെടാൻ പാടില്ല. ആ രൂപത്തിൽ തിന്മകൾക്ക് വലിയ വളക്കൂറുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ മക്കൾ ജീവിക്കുന്നത്. അധ്യാപകർക്ക് പരാതിയാ, ഒന്നും കുട്ടികളെ പറയാൻ പറ്റുന്നില്ല. സാമൂഹ്യ നവോത്ഥാന നായകന്മാർക്ക് പരാതിയാ. ഒരു പോലീസുകാരൻ സങ്കടത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അധ്യാപകരും ഞങ്ങൾ പോലീസുകാരും തുല്യ ദുഃഖിതരാ. എന്താ കാരണം എന്നറിയോ? ഒരു കുട്ടി തെറ്റ് ചെയ്താലേ പണ്ടത്തെ പോലെ ഇടപെടാൻ നമുക്ക് അധികാരമില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും തെറ്റുകൾ നോക്കി നിൽക്കേണ്ടി വരുന്ന സങ്കടകരമായ അവസ്ഥ. സ്വന്തം മക്കളെപ്പോലും തിരുത്താൻ കഴിയാതെ. ഇവിടെ കണ്ണൂർ ജില്ലയിലെ ഒരു ബാപ്പാന്റെ സങ്കടത്തിന്റെ കഥ കേൾക്കണമെങ്കിൽ ഒരു ബാപ്പ തഹജ്ജുദ് നിസ്കരിക്കാനേ ബാപ്പിയും ഇമ്മയും പള്ളിയിൽ പോകത്രേ. ആ കുടുംബത്തിന്റെ ഈമ നോക്കണം നിങ്ങൾ. രാത്രിയായി, പാതിരാത്രി, പള്ളിൻ്റെ അടുത്ത വീട്. ബാപ്പി ഇമ്മയും നിസ്കരിക്കാൻ, തഹജ്ജുദ് നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്നു. നിങ്ങൾക്ക് അങ്ങനെ കയ്യിലുണ്ടോ? നമുക്കത് കഴിയുണ്ടോ? നമ്മൾ ചിലപ്പോൾ ഒറ്റക്ക് പോലുണ്ടാവും. നമ്മളെ ഭാര്യനെയും കൂട്ടി തഹജ്ജുദ് നിസ്കരിക്കാൻ പോകാൻ ഭാഗ്യം കിട്ടി എത്ര ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്? അങ്ങനെ പോകുന്നൊരു ബാപ്പി ഇമ്മയും ഒരിക്കൽ നിസ്കരിക്കാൻ പോയ പള്ളിയിലേക്ക് തൊട്ടടുത്ത വീട്. ആ വീട്ടിൽ നിന്ന് ഇയാളുടെ ചെറിയ മോള് ഓടിക്കതച്ച് വന്നിട്ട് പറഞ്ഞു, ഉപ്പാ താത്താനെ കാണാനില്ല. ഇത്താത്താറിനാരറിയോ? ഈ കുട്ടീൻ്റെ ജ്യേഷ്ഠത്തിയാ. ആ താത്താനെ കാണാനില്ല വീട്ടിൽ 3 മണിക്ക് രാത്രിയെ. അപ്പോൾ ബാപ്പ പറഞ്ഞു ബാത്റൂമിൽ ഉണ്ടാവും, ഇക്കാരം അവിടെ ഉണ്ടാവും. വേം ബാപ്പിയമ്മയും വീട്ടിൽ വന്ന് തിരഞ്ഞു നോക്കി. എവിടെ ഇല്ല. റൂമിലില്ല, ബാത്റൂമിലില്ല, കിച്ചണിലില്ല, എവിടെ ഇല്ല. ബേജാറായില്ലേ? ഇനി എന്താണ്? കുറച്ച് കഴിഞ്ഞപ്പോൾ മോള് വന്ന് കയറി. എവിടെയായിരുന്നു? അപ്പോൾ ഓള് പറഞ്ഞു ഇവിടെ ഉണ്ട്. പക്ഷെ ആ വീട്ടിൽ CCTV ഉണ്ടായിരുന്നു. ആ CCTV ക്യാമറ പരിശോധിച്ചപ്പോൾ മനസ്സിലായി, അടുക്കള ഭാഗത്ത് വന്ന് നിർത്തിയ ഒരു ബൈക്കിൻ്റെ ലൈറ്റ്, ആ ലൈറ്റിലേക്ക് ഈ പെൺകുട്ടി നടന്നുപോയി. ബൈക്ക് പോയി. 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. അത് ക്യാമറയിലുണ്ട്. ഈ ബാപ്പാക്കിന് ദേഷ്യം വന്ന് പൊന്നുപോലെ വളർത്തിയിട്ട് അവസാനം മകള് ഈ ജാതി അരുതായ്മ കാണിച്ചപ്പോൾ ബാപ്പ നന്നായിട്ട് പെരുമാറി. റൂമിലിട്ടിട്ട് ഉമ്മ പിടിച്ചു വെച്ചു. കുറേ അടി കിട്ടി മോൾക്ക്. നേരം വെളുത്തപ്പോൾ ഈ മോള് ഇവളെ കൊണ്ടുപോയ ചെറുപ്പക്കാരനെ വിളിച്ചു വരുത്തിയിട്ടേ രണ്ടാളും പോലീസ് സ്റ്റേഷനിലെത്തി. ബാപ്പാക്കെതിരെ കേസ് കൊടുത്തു. ബാപ്പ 3 ദിവസം ജാമ്യം കിട്ടാതെ ജയിലിലായി. എന്തിനറിയോ? ജീവൻ പോലെ പോറ്റി വളർത്തിയ, കണ്ണിലുണ്ണി പോലെ വളർത്തിയ തൻ്റെ പ്രിയപ്പെട്ട മകളുടെ ജീവിതത്തിലുണ്ടായ ഒരു അനാശാസ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ആ ബാപ്പ ജാമ്യം കിട്ടാതെ ജയിലിലായി. ഇതാണ് കാലം. കുട്ടികളെ കുറ്റം പറയരുത്. ഒരിക്കലും നമ്മുടെ മക്കളെ കുറ്റം പറയരുത്. നമ്മുടെ മക്കൾ പാവങ്ങളാ. പക്ഷേ ആ മക്കൾ ജീവിക്കുന്ന കാലഘട്ടമുണ്ടല്ലോ, വളരെ അപകടം പിടിച്ച കാലഘട്ടം. ഒന്ന് നമ്മുടെ കഴിവുകേടാ. നമ്മളൊക്കെ കുട്ടികളായിരുന്ന കാലത്തെ നമ്മുടെ ബാപ്പാക്കും ഉമ്മാക്കും നമ്മളെ തിരുത്താനുള്ള കപ്പാസിറ്റി ഉണ്ടായിന്. നമ്മളെ ബാപ്പാക്കും ഉമ്മാക്കും നമ്മളെക്കാൾ വിവരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബാപ്പയും ഉമ്മയും പറഞ്ഞാൽ നമ്മളത് കേൾക്കുമായിരുന്നു. അത് ശരിയാന്ന് നമുക്ക് ബോധ്യം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളെ കുട്ടിയൊക്കെ അറിയാം അവരുടെ അത്ര വിവരം നമുക്കില്ല.
എൻ്റെ ബാപ്പ പണ്ട് അയൽപക്കത്തെ വീട്ടിൽ നിന്ന് ഒരു റേഡിയോ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന്. ബാപ്പ റേഡിയോ വാർത്ത കേൾക്കുന്ന ആളായിരുന്നു. ഞങ്ങൾ റേഡിയോ അല്ല, അയൽപക്കത്തെ വീട്ടിലെ റേഡിയോ. അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ബാപ്പ, ഞങ്ങൾ 9 മക്കളുണ്ട്, ഈ 9 മക്കളെയും ബാപ്പ വിളിച്ചിട്ട് ഈ റേഡിയോ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാന്ന് പഠിപ്പിച്ചെന്ന്. ഏത് തിരിച്ചാൽ വോള്യം കൂടും, എവിടെ ബാൻഡ് മാറും, എവിടെ സ്റ്റേഷൻ മാറും എന്നൊക്കെ ബാപ്പ പഠിപ്പിച്ചത്. എന്തറിയോ, ഞങ്ങൾ കേട് വരുത്താതിരിക്കാൻ വേണ്ടിയാണ്. ബാപ്പ 3ാം ക്ലാസ് ഉള്ളൂ, പക്ഷെ ബാപ്പക്ക് അറിയാം റേഡിയോ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ബാപ്പ പഠിപ്പിച്ചു തന്നു, ഞങ്ങൾ പഠിച്ചു, കുഴപ്പമൊന്നുമില്ല. ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു മൊബൈൽ ഫോണോ ഒരു ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഉപകരണം ഓൺലൈനായിട്ട് ഒരു പൊതി നമ്മുടെ വീട്ടിലൊരാൾ കൊണ്ടുവന്ന് തന്ന് നമ്മൾ ഒപ്പിട്ട് വാങ്ങിയിട്ട് നമ്മളത് പൊട്ടിച്ച് അതൊന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മളെ ഭാര്യ പറയും, എന്താ അറിയോ, അത് പൊട്ടിച്ച് കേട് വരുത്തണ്ട, വൈകുന്നേരം ഓൻ സ്കൂൾ വിട്ട് വരട്ടെ, എന്നിട്ട് ഓൻ ശരിയാക്കിക്കോളും. ഈ ഓൻ ആരാരങ്ങൾ തൊട്ടടുത്ത പോളിടെക്നിക്കിൻ്റെ പ്രിൻസിപ്പാളൊന്നല്ല, 3ാം ക്ലാസ് പഠിക്കുന്ന പേരക്കുട്ടിയാണ്, 8-9 വയസ്സ്. ഉമ്മ പറഞ്ഞത് കേടുവരുത്തണ്ട, ഞാൻ മനുഷ്യനത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചുകാണ്ട് കേടുവരുത്തും, അവിടെ വെച്ചളി, ഓൻ സ്കൂൾ വിട്ട് വന്നിട്ട് ഓൻ ശരിയാക്കി തരും. ആരെ? 3ാം ക്ലാസ്സിലെ പേരക്കുട്ടിയില്ലേ, ആ കുട്ടിക്കറിയാം എൻ്റെ അമ്മാക്കും ബാപ്പാക്കും ഒരു ചുക്കും തിരിയിലാണ്. ഒരു ഹോട്ടലിൽ കയറിയിട്ട് 500 രൂപയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ ഗൂഗിൾ പേ ചെയ്യാൻ അറിയാത്ത ബാപ്പാരുണ്ട്. എന്നിട്ട് മോനെ ഒരു 500 രൂപ അയച്ചു കൊടുത്താ, ഓ അങ്ങനെ രാജാവിനെ പോലെ എന്തൊക്കെ എഞ്ചിനീയർമാരെ പോലെ ബേരച്ചിട്ട് 500 ഒറ്റ അയക്കല. അത് ബാപ്പാക്കോ, എൻ്റെ മോൻ ഭയങ്കര കേട്ടോ, ഓൻ ഇപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ എന്താ ഓൻ്റെ അറിവ്. ഓൻ്റെ അറിവ് ഭയങ്കരമല്ല, നമ്മുടെ അറിവില്ലായ്മ ഭയങ്കരം. അത് കുട്ടികൾക്കും അറിയാം, ബാപ്പാക്കും ബാക്കും വിവരമല്ല. പിന്നെ ഈ മക്കൾ ഇത് ആരോടെ ചോദിക്കാം? നമുക്കറിയായിരുന്നു നമ്മുടെ ബാപ്പാക്കും മാക്കും വിവരമുണ്ട്, അതുകൊണ്ട് നമ്മൾ ബാപ്പിമ്മയും പറഞ്ഞ പോലെ ജീവിച്ച്. പക്ഷെ നമ്മുടെ കുട്ടിയൊക്കറിയാം നമുക്ക് വിവരമല്ല, അതുകൊണ്ട് ഓലാരോ ഒന്നുകിൽ ഓള് ഗൂഗിളിനോട് ചോദിക്കും, അല്ലെങ്കിൽ AI അതിനോട് ചോദിക്കും, അല്ലെങ്കിൽ ഓല കൂട്ടുകാരോട് ചോദിക്കും. കൂട്ടുകാർ, അതുകൊണ്ടാണല്ലോ ഇന്നത്തെ കാലത്ത് കൂട്ടുകാരെ ചങ്കിനെ വിളിക്കുക. എന്താ ചങ്കിന് വിളിക്കാൻ കാരണം അറിയോ? കൂട്ടുകാരൻ അവന് ചങ്കാണ്. ഓൻ്റെ ബാപ്പിയും ഓൻ്റെ അമ്മയും ഒക്കെ ഓൻ്റെ ഫ്രണ്ടേ കാരണം. ആ ഫ്രണ്ടിന് വേണ്ടി എന്തു ചെയ്യും, ആ ഫ്രണ്ട് ഇവനും വേണ്ടി എന്തു ചെയ്യും. ഒരു മടിയില്ല. കൂട്ടുകാർ തമ്മിലുള്ള ബന്ധം അത്ര വലുതല്ലേ. എൻ്റെ മോന് ഹൈദരാബാദിൽ നിന്ന് വരിക, അപ്പോൾ അവന് പ്രോഫ്കോണിൽ പങ്കെടുക്കണം, നേരം വൈകിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ട്രെയിനിന് വരുമ്പോൾ തിരൂർ റെയിൽവേ സ്റ്റേഷനാണ് ഈ പ്രോഫ്കോൺ നടക്കുന്ന കുറ്റിപ്പുറത്തിൻ്റെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. പക്ഷെ ഒരു 18 കിലോമീറ്റർ അകലുണ്ട്. അപ്പം രാത്രി 1 മണിക്കെത്തിയാണ് ആ ട്രെയിന് തിരൂരെത്തുന്നത്. അപ്പം 1 മണിക്ക് തിരൂരെത്തിയാൽ പിന്നെ അപ്പുറത്തെത്താൻ മാർഗമൊന്നുമില്ലല്ലോ, എന്താ ചെയ്യാം? ഞാൻ മുന്നോടെ ഇരുന്നുകൊണ്ട് രാവിലെ പോകാം. അവണ്ട് ഒരു 2 മണിക്ക് നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഇത് അയച്ചേക്കണ്, ഓൻ പ്രോഫ്കോണിലെത്തി, അതിൻ്റെ മുമ്പൊന്ന് ഫോട്ടോ എടുത്ത് അയച്ചേക്കുക. അപ്പം എങ്ങനെ എത്തിയ രാവിലെ ചോദിച്ച്. അപ്പം പ്രോഫ്കോണിലുള്ള ഒരു സുഹൃത്തിനെ വിളിച്ചത്രേ, ഞാൻ തിരൂരുണ്ട്. ഒരു മടിയില്ലാതെ ആ സുഹൃത്ത് ഒരു ബൈക്കും കൊണ്ട് ആ രാത്രി നട്ടപ്പാതിരക്ക് തിരൂര് പോയിട്ട് ഓനെ എടുത്തിട്ട് പ്രോഫ്കോണിൽ കൊണ്ട്. ആ തണുപ്പ്, ഇന്നലെ നല്ല തണുപ്പ് ഞങ്ങളുടെ നാട്ടിൽ. അങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ്, ഭയങ്കര വിലയാണ്. അതിൻ്റെ ഇടയ്ക്ക് ബാപ്പാക്കും ഉമ്മാക്കൊന്നും ഒരു സ്ഥാനമില്ല. എന്താ നിങ്ങൾ അവരെ നമ്മുടെ മക്കളെ ചീത്ത അറിയാനല്ലാതെ ഒരു ഉപദേശം കൊടുക്കാനോ ഓൻ്റെ ഒരു സംശയം തീർക്കാനോ ഒരു പ്രതിസന്ധിയിൽ അവനെ സഹായിക്കാനോ നമ്മുടെ കയ്യിൽ കോപ്പില്ല. എനിക്കതൊന്നും അറിയില്ല, ഞാനെന്താ കാട്ടുക എന്ന് അമ്മ ചോദിക്കുക. ബാപ്പ എനിക്ക് അത്രയും അറിയില്ല, ഞാനെന്താ കാട്ടുക എന്ന് ബാപ്പയും ചോദിക്കും. പിന്നെ ഈ കുട്ടികളെന്താ കാട്ടുക, എന്തെങ്കിലും കാട്ടണ്ടേ. അറബിയിലൊരു കവിത ഉണ്ട്, ഇന്നൽ യതീമല്ലതി ലൈസൽ യതീമുല്ലതി മന്മാത്ത വാലിദഹുന. യതീം പറഞ്ഞാൽ ആരാണ്? ബാപ്പ മരിച്ചുപോയ പ്രായപൂർത്തിയാവാത്തൊരു കുട്ടിക്കാണുള്ള യത്തീം എന്ന് പറയല്ലേ, അതാണ്, അങ്ങനെയാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് യത്തീമാരാര്യങ്ങള് ബാപ്പി ഇമ്മി ഉണ്ടായിട്ടും ഒരു ഇൽമോ ഒരു അദബോ ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ ആളില്ല. ബാപ്പ കുവൈത്തിൽ എഞ്ചിനീയറാ, ഉമ്മ ഇവിടെ മെഡിക്കൽ കോളേജിൽ ഡോക്ടറാ. മോനിങ്ങനെ കഞ്ചാവൊക്കെ അടിച്ച് ചുണ്ടിനടി തിരികെ വെച്ച് മുടിയൊക്കെ പാടങ്ങനെ വളർത്തിയിട്ട് ഓനിങ്ങനെ അങ്ങാടിയിൽ ഇങ്ങനെ തോണ്ടി കുത്തിരിക്കുക. ഓൻ്റെ ജീൻസോ കണ്ട 36 ഓട്ട, കാലുമ ഓട്ട, തുടമ്മലോട്ട, അവിടെ ഓട്ട, കുപ്പായൊക്കെ ഒരു കോലത്തിലാ. ഓന് ബാപ്പുണ്ട് കുവൈത്തിൽ, വലിയ ശമ്പള, ഉമ്മണ്ട് നാട്ടിൽ അതിലേറെ ശമ്പള. പക്ഷെ ഈ മോനോടെ എടാ ഇത് ശരിയല്ല, ഇത് പാടില്ല എന്ന് പറയാൻ ഓൻ ആരുമില്ല. ആ കുട്ടി അത്ര ഇപ്പത്തെ യത്തീം. പാവം നമ്മളെ കുട്ടികളൊക്കെ യത്തീമാ. പൈസ ഒക്കെ ഉണ്ട്, പക്ഷെ പറയാൻ ആളില്ല, തിരുത്താൻ ആളില്ല, വേണ്ടെന്ന് പറയാൻ ആളില്ല, അരുതെന്ന് പറയാൻ ആളില്ല. എന്തൊരു അപകടമല്ലേ. അതുകൊണ്ട് കൂട്ടരെ ഒരൊറ്റ മാർഗമുള്ളൂ. റസൂലുള്ള പറഞ്ഞില്ലേ, യാ ഉലാം യഹ്ഫളില്ലാ, മോനെ അള്ളാനെ പേടിക്കണം കേട്ടോ, അള്ളാനെ സൂക്ഷിക്കണം കേട്ടോ എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുക്കി. അത് മനസ്സിലാക്കി കൊടുക്കും, അതിൻ്റെ ആഴം മനസ്സിലാക്കി കൊടുക്കും. എല്ലാ തിന്മകളിൽ നിന്നും സ്വയം മാറി നിൽക്കാൻ മനുഷ്യന് കരുത്തു കൊടുക്കുന്ന ഖലീഫ ഉമറൊക്കെ കണ്ടില്ല നിങ്ങൾ? തിന്മയുടെ വിളനിലമായിരുന്ന ഖലീഫ ഉമറൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹിലൂടെ എവിടെ എത്തിയത്?
അതന്നെ മാർഗം. അപ്പം നമ്മൾ വിചാരിക്കും ലോകം മൊത്തം ഇരുട്ടല്ലേ, ആ ഇരുട്ടിനെതിരെ പൊരുതാൻ മനുഷ്യൻ്റെ കയ്യിലുള്ള മരുന്നെന്താരങ്ങൾ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനുഷ്യർക്കൊരനുഗ്രഹ ഈ ലോകത്തും നാളെ പരലോകത്തും. ഈ ലോകത്ത് സ്വസ്ഥവും സമാധാനവും നന്മ നിറഞ്ഞതുമായ ഒരു ജീവിതം നയിക്കാനും നാളെ പരലോകത്ത് അനശ്വര സ്വർഗത്തിൻ്റെ ആ സർവ്വ സുഖങ്ങളിലേക്ക് നടന്നു പോകാനും നമ്മളെ ഒരുക്കുന്ന മാസ്മരിക ശക്തിയുള്ള സംഗതിയാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മറക്കരുത്, അതൊരു നിസ്സാരല്ല, വെറുമൊരു ദിക്റല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുദ്രാവാക്യം വിളിക്കാനുള്ള മുദ്രാവാക്യമല്ല. വീട്ടിലേക്ക് ഭിക്ഷയാചിച്ചു വരുന്നവൻ വീട്ടുമുറ്റത്തുനിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ ഇവിടെ വന്നിക്കണ് എന്ന് അറിയിക്കാനുള്ള ഭിക്ഷാടകന്റെ മുദ്രാവാക്യം എന്നല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആത്മീയ വിപ്ലവത്തിന്റെ, സംസ്കരണത്തിന്റെ, മനുഷ്യ മനസ്സിന്റെ അടിസ്ഥാനപരമായ മാറ്റത്തിന്റെ മുദ്രാവാക്യമാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുക, മനസ്സിലാക്കുക, ജീവിതത്തിൽ പകർത്തുക, അത് പ്രബോധനം ചെയ്യുക. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്കെല്ലാവർക്കും കഴിവും തൗഫീക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിന് വിരുദ്ധമായ ഷിർക്കിൻ്റെ മഹാ അപകടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീന് പഠിച്ച് പ്രചരിപ്പിക്കാൻ അള്ളാഹു നമുക്കും നമ്മുടെ മക്കൾക്കും കുടുംബത്തിനുമൊക്കെ അറിവും തൗഫീക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. വലിയ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഈ സദസ്സിലും വീട്ടിലും ആശുപത്രികളിലുമൊക്കെയുള്ള എല്ലാ സഹോദരന്മാർക്കും അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. സാമ്പത്തികമായ കടബാധ്യതകളിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. തൗബ ചെയ്യാൻ പോലും സമയം കിട്ടാത്ത പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ ബർസഖി ജീവിതം അള്ളാഹു സമാധാനപരമാക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന മക്കളാവാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്നത് അപകടകരമായ സാഹചര്യങ്ങളിലാണ്. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, അനുസരിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കളായി നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്നോട് സൂചിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഒന്ന്, നമ്മളെ ഇവിടുത്തെ ഒരു മതപഠന സ്ഥാപനമുണ്ട് ഇവിടെ അല്ലേ. മുതിർന്ന കുട്ടികൾക്ക് മതപഠനം നൽകുന്ന, അവരെ പ്രബോധകരാക്കി മാറ്റാൻ ഉപകരിക്കുന്ന നമ്മുടെ ആ സ്ഥാപനത്തിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയക്കാൻ നമ്മൾ മടി കാണിക്കരുത്. രണ്ടാമത്തേത് നമ്മുടെ ഖുർആൻ പഠനമാണ്. വളരെ ലളിതമായി അള്ളാഹുവിൻ്റെ കലാം പഠിക്കാൻ കിട്ടുന്ന ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.